ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ നഹ്യി അൻ തനാജിസ്നൈനി ദൂന സാലിസ്. രണ്ടാള് മൂന്നാമനെ കൂട്ടാതെ സ്വകാര്യം പറയുന്നതിനെ കുറിച്ചുള്ള വിലക്ക് പറയുന്ന ബാബ്. ബിവൈരീദിനിഹി മൂന്നാമൻ അനുവാദമല്ലാതെ ഇല്ലാലി ഹാജ ആവശ്യം കൂടാതെ. വഹുവ ഈ തനാജി എന്ന് പറഞ്ഞാൽ യതഹദ്ദസാ സിർറൻ, രണ്ട് പേര് സ്വകാര്യമായിട്ട് വർത്താനം പറയും. എത്രത്തോളം സ്വകാര്യം? ബിഐസു ലാ യസ്മഉഹുമ, ഇവർ രണ്ടുപേരെയും ഈ മൂന്നാമൻ കേൾക്കാത്ത വിധം. ഹിമാനാഹു, ഇതേ അർത്ഥത്തിൽ തന്നെയാണ് മായിദാ തഹദ്ദസനാനി, രണ്ടുപേര് സംസാരിക്കൽ ബിലിസാനിൻ, ഒരു ഭാഷയില്ല, എഫ്ഹമുഹു, മൂന്നാമന് ഈ ഭാഷ തിരിയില്ല. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഭാഷയിലാണ് പറയണത്, ഈ മൂന്നാമന് ഈ ഭാഷ തിരിയൂല്ല. അല്ലാഹു തആല ഇന്നമൻ നജ്വാ മിന ശൈത്താൻ, ഈ സ്വകാര്യം പറച്ചിൽ പിശാചിൻ്റെ വക്കൽ നിന്നുള്ളതാണ്. വാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ കാനു സലാസാ, നിങ്ങൾ മൂന്ന് പേരാണെങ്കിൽ ഫലാതനാജസ്നാനി, രണ്ട് പേര് സ്വകാര്യം പറയരുത്, ദൂന സാലിസ്, മൂന്നാമനെ കൂട്ടാതെ. റവാഹു അബൂദാവൂദ വസാദ, ഇതേ ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷെയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാല അബൂ സാലിഹിൻ, അബൂ സാലിഹ് പറഞ്ഞു, കൊൽത്തുൽ ഇബ്നു ഉമർ, ഇബ്നു ഉമറിനോട് ഞാൻ ചോദിച്ചു, അല്ല ഇബ്നു ഉമറെ ഫർബഅത്തൻ, അവർ നാല് പേരാണെങ്കിലോ? കാലലായ ലുറുക്ക, അത് നിന്നെ ബുദ്ധിമുട്ടാക്കൂല. റവാഹു മാലിക്കുൻ ഹുൽ മുവത്തൈ, ഇദ്ദേഹത്തിന് മാലിക് എന്നൊരു മുവത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തൊട്ട് അനി ഇബ്നി അബ്ദുല്ലാ ബിൻ ദീനാർ, അബ്ദുല്ലാ ബിൻ ദീനാർ എന്നൊരു തൊട്ട് കാല കുൻതു അന ഇബ്നു ഉമറ, ഞാൻ ഇബ്നു ഉമർ ആയിരുന്നു. ഇന്ത ദാരി ഹാരിദ് ബിൻ ഉഖബ, ഹാരിദ് ഖുർലാൻ്റെ വീട്ടിലായിരുന്നു. ഏതാണ് ആ വീടല്ല, തിഫിസൂക്കി ടൗണിലാണ് ആ വീട് കേട്ടോ. ആ വീട്ടിൻ്റെ അടുത്തായിരുന്നു ഞാനും ഇബ്നു ഉമറും. എന്നിട്ടോ ഫജാ റജുലുൻ, ഒരാൾ വന്ന് ഇരീദ യുനാജിയഹു, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചു വന്നു. അപ്പോൾ ലൈസമായ ഇബ്നു ഉമറ അഹദുൻ ഒയ്രി, ഞാനല്ലാത്ത വേറെ ഇബ്നു ഉമറിൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഇബ്നു ഉമർ വർത്താനം പറയാൻ ആൾ വന്നും ചെയ്തു. അപ്പോൾ ഇബ്നു ഉമർ, അപ്പോൾ ഇബ്നു ഉമർ വിളിച്ചു റജുലൻ ആഹ്റ, നാലാമൻ ആളെ വിളിച്ചു. അത്താ കുന്ന അർബാത്ത, അപ്പോൾ ഞങ്ങൾ നാലാളായി. അപ്പോൾ കാലലി വലിയ റജുലി സാലിഹി, എന്നോടും ഇപ്പോൾ വന്ന് ഈ മൂന്നാമനോടും പറഞ്ഞു, അല്ല ഇതാ ഇപ്പോൾ വിളിച്ചിരുത്തിയ ഇസ്തഖിറ ചെയ്യാൻ, രണ്ടുപേരും മാറി നൽകിയാണ്. രണ്ടപ്പോൾ രണ്ടാളായി. ഇനി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂൽ പറഞ്ഞ കേട്ടിട്ടില്ല, യതനാജസ്നാനി ദൂന വാഹിദ്, ഒരാൾ ഒഴിവാക്കിയാണ് രണ്ടാൾ സ്വകാര്യം പറയരുത്, റസൂൽ പറഞ്ഞ കേട്ടിട്ടുണ്ട്. വാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ കുന്തു സലാസൻ, നിങ്ങൾ മൂന്നാളാണെങ്കിൽ ഫലാ യതനാജസ്നാനി, രണ്ടുപേരും വർത്താനം പറയരുത്, ദൂനൽ ആഖരി, മൂന്നാമനെ കൂട്ടാതെ. ഹത്താ തഖ്തലിതു ബിന്നാസി, ജനങ്ങളുമായി കലരുന്നത് വരെ. മിൻ അജ്ലി അന്ന ദാലിക യുഹ്സിനുഹു, അതുപോലെ ഹുസ്നിലാക്കും, സങ്കടത്തിലാക്കുമെന്ന കാരണത്താൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ നഹി, വിലക്കുന്ന ബാബ്. എന്തിനെ തൊട്ട്? തഅദീബിൽ അബ്ദി വദ്ദാബത്തി വൽ മർഅതി വൽ വലദി, അടിമ, മൃഗം, ഭാര്യ, മക്കൾ, ഇവരൊക്കെ ശിക്ഷിക്കലിനെ തൊട്ട് ബി വൈരി സബബിൻ ഷറഈൻ, ഷറഈയായ കാരണം കൂടാതെ. ഔ സായിദിൻ അലാ ഖദ്രിൽ അദബി, അല്ലെങ്കിൽ അദബ് പഠിപ്പിക്കാൻ ആവശ്യമായ ഖദറിന് അപ്പുറം ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയണ ബാബ്. അല്ലാഹു തആല ബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾ ഗുണം ചെയ്യണേ. വബിദിൽ ഖുർബ, ആ കുടുംബമുള്ളവർക്കും, വൽ യതാമ, യതീമീങ്ങൾക്കും, വൽ മസാകീനി, പാവങ്ങൾക്കും, വൽ ജാരിദിൽ ഖുർബ, കുടുംബക്കാരായ അയൽവാസികൾക്കും, വൽ ജാരിൽ ജുനുബി, വിദൂരത്തുള്ളതായിരിക്കുന്ന അയൽവാസികൾക്കും, പിന്നെ വിദൂരത്തുള്ളതായിരിക്കുന്ന അയൽവാസികൾക്കും, വസ്സാഹിബി ബിൽ ജംബി, തൻ്റെ ഒപ്പത്തിനൊപ്പം നടക്കുന്ന കൂട്ടുകാർക്കും, പിന്നെ വബിൻ സബീലി, വഴിയാത്രക്കാർക്കും, വമാ മൽക്കത്ത് അയ്മാനുക്കും, നിങ്ങൾ കൈകളുടമാക്കിയ അടിമകൾക്കും ഒക്കെ നിങ്ങൾ ഗുണം ചെയ്യണോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ, അഹങ്കാരിയായവൻ അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഫഖറും കാട്ടി നടക്കുന്നവനായ. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ്, ഉദിബത്തിൽ ഇമ്രാത്തുന്, പെണ്ണ് ശിക്ഷിക്കപ്പെടുന്നതാണ്, ഫി ഹിറത്തിൻ്റെ ഒരു പേര്, പൂച്ച കാരണമായി. എന്തവൾ ചെയ്ത തെറ്റ്?
സജ്ജനത്ത് ഹാത്താമാത്തത് ചാകുന്നത് വരെ അതിനെ അറസ്റ്റ് ചെയ്തു. ദഖലത്ത് ഫീഹന്നാറ, അത് കാരണമായ പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചു. ലാഹിയ തഅമത്ത്ഹാ വസഖത്ത്ഹാ, അവളോ ആ പൂച്ചക്ക് തീറ്റുകയോ കുടിപ്പിക്കുകയോ ചെയ്തില്ല. ഇത് ഹബസത്ത്ഹാ, ആ പെണ്ണിനെ അവൾ തടഞ്ഞു വെച്ച നേരത്ത്. വലാഹിയ തറക്കത്ത്ഹ, എന്നവൾ അതിനെ അഴിച്ചുവിട്ടതുമില്ല. തഅ്കുലു മിൻ ഹശാശിൽ അർളി, ഭൂമിയിലുള്ള ഹശാശിൽ നിന്ന് തിന്നുന്ന നിലയിൽ. ഹശാശിനുള്ള മാന വാക്കിൽ വരുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹി. ഹശാശുൽ അർള് പറഞ്ഞാൽ യുവത്തിൽ ഹായിൽ മുഅ്ജമത്തി ഷീനിൽ മുഅ്ജമത്തി മുഖറത്തി, ആവർത്തിക്കപ്പെട്ട പുള്ളിയുള്ള ഷീന് കൊണ്ടും ഒരു പുള്ളിയുള്ള ഹാ കൊണ്ടും വായിക്കണം ഹശാഷ്. വഹിയ ഹവാമുഹ, അതിലെ ഇഴജന്തുക്കളും ഹഷറാത്തുഹ, അതിലെ പ്രാണികളും എന്നർത്ഥം. വാൻഹു ഇബ്നു ഉമറിനെ തൊട്ട് റിപ്പോർട്ട് റളിയല്ലാഹു അൻഹു അന്നഹു മറ, മഹാനെ നടന്നു പോവുകയായിരുന്നു. ഫിത്തിയാനിമ്മിൻ ഖുറൈശിൻ, ഖുറൈശികൾ പ്രതാരിക്കുന്ന യുവാക്കൾക്കരിയിലൂടെ. കത് നസബു തൈറൻ, ഒരു പക്ഷിയെ അവർ നാട്ടക്കുറിയാക്കി വെച്ചിട്ടുണ്ട്. വഹും യർമൂനഹു, ആ പക്ഷിയിലേക്കാണ് അവർ അമ്പെയ്യുന്നത്. വഖദ് ജഅലൂലി സാഹിബി തൈരി, പക്ഷിൻ്റെ ആൾക്ക് അയാൾ നിശ്ചയിച്ചിട്ടുണ്ട്. കുല്ല ഹാത്തിയത്തിൻ മിൻ നബ്രിഹിം, അമ്പിൽ നിന്ന് പഴച്ചു പോകുന്നതിനൊക്കെ സാഹിബ് തൈറിനിക്ക് അവർ നിശ്ചയിച്ചിട്ടുമുണ്ട്. ഒരു അമ്പെയ്ത് പഠിക്കാൻ വേണ്ടിക്കാണ് സാധാരണ എന്തെങ്കിലും അടയാളം വെക്കുമല്ലോ, അതിന് പകരം പക്ഷിനെയാണ് വെച്ചത്. ഇബ്നു ഉമർ കണ്ടതോടുകൂടി തഫറഖോലൊക്കെ തന്നെ ചിന്ന ഭിന്നമായി നാല് ചിതറിയോടി. ഇബ്നു ഉമർ ചോദിച്ചു, മൻ ഫഅല ഹാദ, ആരാണ് ഈ ചെറ്റത്തരം കാട്ടിയത്? ലഅനല്ലാഹു മൻ ഫഅല ഹാദ, ഇത് ചെയ്തവൻ അല്ലാഹു ശപിക്കട്ടെ. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅലന, റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ട്. മനിത്തഖദ ഷൈഅൻ, ഒരു വസ്തുവിനെ ആക്കിയവനെ. എങ്ങനത്തെ ഷൈഅാണ്? ഫീഹി റൂഹു, ആ വസ്തുവിൽ ആത്മാവുണ്ട്, ജീവനുണ്ട്. അങ്ങനത്തെ വസ്തുവിനെ ആക്കിയവൻ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താക്കി? ഖറളൻ, അമ്പയ്യാനുള്ള നാട്ടക്കുറിയാക്കി മാറ്റി. മുത്തഫഖുൻ അലൈഹി. വൽ ഖറളു, ഖറള് എന്ന് പറഞ്ഞാൽ യുവത്തിൽ വൈനിൽ മുജബത്തി വറായി, റാവ് കൊണ്ടും പുള്ളിയുള്ള വൈന് ഒത്തുകൊണ്ട് വായിക്കണം. വൽ ഹദഫു, നാട്ടക്കുറി എന്ന അർത്ഥം. ഷൈഉല്ലദി യുർമാ ഇലൈഹി, ഏതിലേക്ക് അമ്പയ്യപ്പെടുന്നു അങ്ങനത്തെ വസ്തു എന്ന അർത്ഥം. അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി വലക്കി അൻ തുസ്ബറൽ ബഹായിമു, നാൽക്കാലികളെ അറസ്റ്റ് ചെയ്യത്ത്, കെട്ടിയിടപ്പെടലിനെ. മുത്തഫഖുൻ അലൈഹി എന്ന് വെച്ചാലോ മഅനാഹു, അത് ഉദ്ദേശിക്കുന്നത് തുഹബസലിൽ ഖത്ലി, എറിഞ്ഞു കാണ്ടോ കൊല്ലാൻ വേണ്ടിങ്ങാണ്ട് കെട്ടിയിടപ്പെടൽ എന്നർത്ഥം. അറുത്ത് നിന്ന് അർത്ഥമല്ല പറഞ്ഞത്. അറക്കുമ്പം 3 കാലിന് കെട്ടൽ സുന്നത്ത് വേറുണ്ട്. ഇതല്ല പറഞ്ഞത്. ഇത് അതിനെ കൊന്നു കളയാൻ വേണ്ടി കാണ്ട് എന്ത് ചെയ്യുക, എറിഞ്ഞു കൊല്ലാനൊക്കെ വേണ്ടി കാണ്ട് അതിനെ തടഞ്ഞു വെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൻ അബി അലിയൻ സുവൈദ് ബിൻ മുഖരിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലഖദ് റഅയ്തുനി, എന്നെ ഞാൻ കണ്ടു. സാബിയ സബ്അത്തിൻ മിൻ ബനി മുഖരിൻ, ബനു മുഖറിൻ ഗോത്രത്തിൽപ്പെട്ട 7 സഹോദരന്മാരിൽ ഒരുവനായിട്ട് എന്നെ ഞാൻ കണ്ടു. മാലന ഖാദിമുൻ ഇല്ലാ വാഹിദ, ഞങ്ങൾ 7 ആൾക്കും കൂടി ഒരൊറ്റ സേവകിയല്ലാതെ മറ്റാരുമില്ല. 7 ആൾക്കും കൂടി ഒരു സേവനത്തിന് ഒരു അടിമപ്പെണ്ണേ ഉള്ളൂ. ലതമഹ, ആ അടിമപ്പെണ്ണിൻ്റെ മുഖത്തടിച്ചു. അസ്ഹറുന, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ. ഫഅമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഅത്തിഖഹ, ആ അടി കൊണ്ടതോടുകൂടി ഉത്തരവ് പറഞ്ഞു, ഞങ്ങൾ കൽപ്പിച്ചു ആ അടിമപ്പെണ്ണിനെ എത്തുക്ക് ചെല്ലാം. റവാഹു മുസ്ലിം. ഫി റിവായത്തിൻ്റെ റിപ്പോർട്ടിലത് സാബിയ ഇഖ്വത്തിൻ ലി, എനിക്കുള്ള സഹോദരന്മാരിൽ 7ാമനായിട്ട് എന്നെ ഞാൻ കണ്ടു എന്നാണുള്ളത്. പിന്നെ വൻ അബി മസ്ഊദിനിൽ ബദ്രി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കുന്തു, ഞാനായി അദ്രിബു ഗുലാമൻ ലി, എനിക്കുള്ള ഒരു അടിമച്ചക്കനെ ഞാൻ അടിക്കുന്നവനായി. ബി സൗത്തി, ചാട്ടവാറ് കൊണ്ട് അടിച്ചു ഞാൻ എൻ്റെ അടിമയെ. ഫസമിഅതു സൗതൻ മിൻ ഖൽഫി, അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഇലം യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദ് മനസ്സിലാക്കി കേട്ടോ, ബേക്കുന്ന താക്കീത് കേട്ട് ഞാൻ. ഫലം മഫ്ഹമി സൗത മിനൽ ഗളബി, എൻ്റെ ദേഷ്യത്തിനാൽ ആ സമയത്ത് ശബ്ദം ഞാൻ മനസ്സിലാക്കിയില്ല. ആരായി പറയണതെന്ന് എന്തായി പറയണമെന്നൊന്നും ഞാൻ ചോദില്ല. കാരണം അപ്പോൾ ആ സമയത്ത് എനിക്ക് ആരോടുള്ള ദേഷ്യമാണ്, അടിമനോടുള്ള ദേഷ്യത്തിൽ ഞാൻ ചാട്ടവാറിന് അടിക്കണം. ആ ദേഷ്യത്തിൻ്റെ ആ ഊക്കിൽ ഏതറിഞ്ഞില്ല, വേക്കുന്ന ഒരാളുടെ ആ ഉപദേശമൊന്നും ഞാൻ കേൾക്കണില്ല. ഫലമ്മാ ദനാ മിന്നീ,
ആ ആളിൻ്റെ അടുത്തെത്തി നോക്കുമ്പോൾ ഫൈദാ ഹുവ റസൂലുള്ളാഹ്, അത് അള്ളാൻ്റെ റസൂലാണ്. ഫൈദാ ഹുവ യഖൂലു, അപ്പോഴും മുത്തനബി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഏലം അബാ മസ്ഊദ്, അബാ മസ്ഊദേ, അല്ല മനസ്സിലായി കരുതിക്കട്ടോ, മനസ്സിലായിക്കട്ടോ എന്നാ പറയുന്നത്. അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഉലാം, അന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല, അഖ്ദറു അലൈക, അബൂ മസ്ഊദേ, നിന്റെ മേൽ കഴിവുള്ളവനാണ്, മിൻക, നീ കഴിവായതിനേക്കാൾ, അലാ ഹാദൽ ഉലാം, ഈ അടിമച്ചക്കൻ്റെ മേൽ എനിക്കുള്ളതിനേക്കാൾ കഴിവ് നിന്റെ മേൽ അള്ളാഹ്ക്കുണ്ട് കേട്ടോ. ഇതങ്ങ് കേട്ടപ്പോൾ എൻ്റെ മനസ്സാകെ കിടിലം കൊണ്ട് ഫഖുൽത്തു, ഞാൻ പറഞ്ഞു, ഇല്ല അദ്രിബു മംലൂകം ബഅദഹു അബദാ, നബിയേ, ഇയാൾക്ക് പിറകെ ഇങ്ങ് മേലാൽ അടിമനെ ഞാൻ അടിക്കൂല. ഒഫിരി റിപ്പോർട്ടർ കാണാം, ഫസഖത്ത സൗത്ത് മീ യദീ, എൻ്റെ കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴേക്ക് വീണു, മിൻ ഹൈബത്തിഹി, തങ്ങളുടെ മുഖത്തിൻ്റെ ഗാംഭീര്യത്താൽ എൻ്റെ കയ്യിൽ നിന്ന് ചാട്ടവാറ് വീണുപോയി. റിഫായത്തിൽ റിപ്പോർട്ടിലുള്ളത്, ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലേ, ഹുവ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, അള്ളാൻ്റെ വജ്ഹിന് വേണ്ടി അടിമ സ്വതന്ത്രനാണ് നബിയേ. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഏയ് ലൗ ലം തഫ്അൽ, അങ്ങ് ആ സൽക്കർമ്മങ്ങാൻ ചെയ്തിട്ടില്ല എങ്കിൽ, നീ അടിമ മോചിപ്പിക്കുക ആ സൽക്കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ, ലഫഹത്ത് കന്നാറോ, നരകത്തി നിന്നെ കരിച്ചു കളയുമായിരുന്നു. ഔ, അല്ലെ തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, മസത്ത് കന്നാറോ, നരകത്തി നിന്നെ സ്പർശിക്കുമായിരുന്നു. റവാഹു മുസ്ലിം ബിഹാദി റിവായാത്ത്, എല്ലാ റിപ്പോർട്ട് ഹദീസിനെ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ്, മൻ ലറമ ഗുലാമൻ ലഹു, ആണെങ്കിൽ തനിക്കുള്ള അടിമയെ അടിച്ചാൽ, ഹദ്ദടിച്ചാൽ, ലം യതിഹി, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഹദ്ദടിച്ചാൽ, ഔ ലതമഹു, അതല്ലെങ്കിൽ അവനെ മൂന്ത കടിച്ചാൽ, ഫഇന്ന കഫാറതഹു അൻ യുഅ്തികഹു, അതിനുള്ള പ്രായശ്ചിത്തം അവനെ മോചിപ്പിക്കലാവുന്നു. റവാഹു മുസ്ലിം. പിന്നെ وعن هشام بن حكيم بن هزام رضي الله عنهما أنه مر بالشام على أناس من الأنباط, കർഷകരിൽപ്പെട്ടതായ സംഘത്തിൻ്റെ അരികിലൂടെ ഷാമിൽ ബഹുമാനപ്പെട്ട ഹിഷാം എന്നവർ നടന്നു പോവുകയാണ്. പിന്നെ വഖദ് ഉഖീമൂ ബിശംസി, ആ കർഷകരൊക്കെ വെയിലത്ത് നിർത്തപ്പെട്ടിരിക്കുകയാണ്. സുബ്ബാലാറൂസിമുസ്സൈത്തു, അവരുടെ തലയിലൂടെ എണ്ണ ഒഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഫഖാല മഹാദ, അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഹിഷാം എന്ന് ചോദിച്ചു, ഇതെന്താ പരിപാടി? കീലാപ്പോ പറയപ്പെട്ടു, യുഅദ്ദബൂന ഫിൽ ഖറാജ്, ഖറാജിൻ്റെ പേരിൽ, അഥവാ അവർ ഇതിനൊക്കണ്ടേ പാട്ടം, അതിൻ്റെ വാടക കൊടുത്തിട്ടില്ല, അതിൻ്റെ പേരിലാണ് ശിക്ഷിക്കണത്. ഒഫിരിവാദ് റിപ്പോർട്ടിലുള്ളത്, ഹുബിസു ഫിൽ ജിസിയ, നികുതിൻ്റെ കാര്യത്തിൽ അവരെ തടഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഫഖാല ഹിഷാമുൻ, ഹിഷാം എന്നവർ പറഞ്ഞു, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ലസമീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂലു പറയുന്നതായിട്ട്, ഇന്നല്ലാഹ യുഅദ്ദിബുല്ലദീന യുഅദ്ദിബൂന അന്നാസ ഫിദ്ദുനിയാ, ഇഹലോകത്ത് ജനങ്ങളെ ശിക്ഷിക്കുന്നവരെ അല്ലാഹ് ശിക്ഷിക്കും അന്ത്യനാളിൽ. ഫദഖല അലൽ അമീരി, രാജാവിൻ്റെ അടുത്ത് കയറി ചെന്നുകാണ്ട്, ഫഹദ്ദതഹു, രാജാവിനോട് വിഷയം അവതരിപ്പിച്ചു പറഞ്ഞു. ഫഅമറ ബിഹിം, അവരെ അഴിച്ചിടാൻ വേണ്ടി കാണ്ട് കൽപ്പിച്ചു. ഫഖുല്ലു, അവരെ പാട്ടിന് വിടുകയും ചെയ്തു. റവാഹു മുസ്ലിം. അൽ അംബാത്തു, അംബാത്ത് പറഞ്ഞാൽ ഫല്ലാഹൂന മിനൽ അജമി, അനർബികളിൽപ്പെട്ട കർഷകർ എന്ന അംബാത്ത് പറഞ്ഞാൽ. وعن ابن عباس رضي الله عنهما أنه قال رأى رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി കണ്ടു, ഹിമാറിന് കഴുതയെ മൗസൂമൽ വജ്ഹി, മുഖത്തടയാളം വെക്കപ്പെട്ടതായ, ചൂടാക്കിങ്ങാണ്ട്, ഫഅൻകറദാലിക, തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഫഖാല, ഇബ്നു അബ്ബാസ് പറയാണ്, വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ലാസിമുഹു ഇല്ലാ അഖ്സ ശൈഇൻ മിൻ വജ്ഹി, മുഖത്തിൽ നിന്നുള്ള അങ്ങേയറ്റ ദശയിലല്ലാതെ ഞാൻ അടയാളം വെക്കൂല. ഫഅമറ ബിഹിമാരിഹി, തൻ്റെ കഴുതയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഫഖുവിയ ഫീ ജായറതൈഹി, അതിൻ്റെ പിൻഭാഗത്ത് അതിനിക്ക് ചൂടുവെക്കപ്പെട്ടു. ഫഹുവ, ഇബ്നു അബ്ബാസ് എന്നവരാണ്, അവ്വലു മൻ കവൽ ജായറതൈനി, രണ്ട് ജായറത്തുകളെ ചൂടുവെച്ച് അടയാളം വെച്ചവരിൽ ആദ്യത്തവർ മൂപ്പരാണ്. റവാഹു മുസ്ലിം. ജായറത്താനി എന്ന് പറഞ്ഞാൽ നാഹിയത്താൽ കരിക്കൈനി, ചന്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്, ഹവലദ്ദുബരി, പിന്ദ്വാരത്തിന് ചുറ്റുമായിട്ട്. വഅൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി മറ നടന്നു പോയി, മറ അലൈഹി ഹിമാറുൻ, തങ്ങളുടെ അരികിലൂടെ ഒരു കഴുത പോയി.
കത് ഉസിമ ഫി അജി മുഖത്തടയാളം വെക്കപ്പെട്ടിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു ലഅനല്ലാഹുല്ലദീ വസമഹു, ഈ കൈതക്ക് ചൂട് വെച്ച് അടയാളം വെച്ചവൻ അല്ലാഹു ശപിക്കട്ടെ. റവാഹു മുസ്ലിം. വഫി റിവായത്തിൽ മുസ്ലിമിന്റെ മറ്റു റിപ്പോർട്ടിൽ കാണാം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ലർഫി ഫിൽ വജ്ഹി, മുഖത്തടിക്കലിനെ തൊട്ട് റസൂലുള്ളാഹി വിലക്കി. വാനിൽ വസ്ഫി ഫിൽ വജ്ഹി, മുഖത്ത് അടയാളം വെക്കലിനെ തൊട്ടും വിലങ്ങി. ബാബു തഹരീമി തഅദീബി ബിന്നാർ, തീ കൊണ്ട് ശിക്ഷിക്കൽ ഹറാമാണെന്ന് പറയുന്ന ബാബ്. ഫി കുല്ലി ഹൈവാനിൻ, എല്ലാ ജീവിയിലും, ഹത്തന്നംല, ഉറുമ്പ് വരെ, അതുപോലെ തന്നെ വന്നഹ്വിഹ, അതുപോലത്തേൽ വരെ, ഉറുമ്പിനെ വരെ എന്ത് ചെയ്യാൻ പാടില്ല, തീയോട് ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ബാബ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ബഅസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബഅസിൻ, ഒരു സംഘത്തിലായിട്ട് മുത്തനബി ഞങ്ങൾ അയച്ചു. ഫഖാല, തങ്ങൾ പറഞ്ഞു ഇൻ വജത്തും ഫുലാനം വ ഫുലാനൻ, ഇന്നാലിന്ന പേരുള്ള ആളെ നിങ്ങൾ കണ്ടെത്തിച്ചാൽ. ആരെ പറ്റിയാ പറഞ്ഞതില്ലേ? റജുലൈനി മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ടതായിരിക്കുന്ന രണ്ടാൾക്കാരെ പറ്റിയാ പറഞ്ഞത്. സമ്മാഹുമാ, പേര് പറഞ്ഞിരുന്നു, പിച്ച ഓർമ്മല്ലേക്കാണ്, ഇപ്പം ഓർമ്മ കിട്ടുന്നില്ല. രണ്ടാൾക്കാർ പേര് പറഞ്ഞാ പറഞ്ഞ്. ഫഹരിഖൂഹുമാ ബിന്നാർ, രണ്ടാളെ തീയോണ്ട് കരിച്ചളിയാർന്നു. സുമ്മക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു ഹീന അറദനൽ ഖുറൂജ, പുറപ്പെടാൻ ഉദ്ദേശം പറഞ്ഞു, ഇന്നി കുന്തു അമർത്തുക്കും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നു നിശ്ചയം, അന്തുഹരിക്കു ഫുലാനം വ ഫുലാനൻ, ഫുലാനിൻ ഫുലാനിൻ, കത്തിക്കാൻ ഞാൻ കൽപ്പിച്ചിരുന്നു. ഇന്നന്നാറ ലാ യുഅദ്ദിബു ബിഹാ ഇല്ലല്ലാഹ്, ശിഷ്യം തീ എന്ന സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് അള്ളാഹ്ക്കല്ലാതെ ശിക്ഷിക്കാൻ അവകാശമില്ല. ഫൈൻ വജത്തുമൂഹുമാ ഫഖ്തുലൂഹുമാ, വല കിട്ടിയാൽ നിങ്ങൾ വധിച്ചു കളഞ്ഞാൽ മതി, എന്ത് ചെയ്യണ്ട, തീയോണ്ട് കൊല്ലണ്ട. റവാഹുൽ ബുഖാരി. കേട്ടില്ലേ? വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ, ഞങ്ങൾ മുത്തനബിന്റെ കൂടെയായിരുന്നു യാത്രയിൽ. തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് അങ്ങോട്ട് പോയതായിരുന്നു. ഫറഅയ്ന, ആ സമയത്ത് ഞങ്ങൾ കണ്ടു, ഹുമ്മറത്തൻ, ഒരു കുരുവിനെ കണ്ടു, മഅഹാ ഫർഹാനി, അതിൻ്റെ കൂടെ 2 കൊച്ചു കുട്ടികളുണ്ട്. ഫഅഖദ്ന ഫർഹൈഹ, 2 കുട്ടികളെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോന്നു. ഫജാത്തിൽ ഹുമ്മറത്തു, അപ്പതായി തള്ളപ്പക്ഷി വന്നു. ഫജഅലത്ത്, തുടങ്ങി, തഅരിശു, അതിൻ്റെ ചെറിങ്ങനെ കുട്ടികളുടെ മേലിൽ ഇങ്ങനെ വിരിച്ചിക്കാൻ തുടങ്ങി. ഫജാഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി വന്നു. ഫഖാല, തങ്ങൾ ചോദിച്ചു, മൻ ഫജാദിഹി വലദിഹ, ഈ തള്ളയെ തൻ്റെ കുട്ടികളെ കൊണ്ട് വേദനിപ്പിക്കുന്നവൻ ആരാണ്? റുദ്ദു, ആ തിരിച്ചു വിട്ടാണ്, വലതഹ, കുട്ടിനയിലേ, ആ തള്ളയിലേക്ക് തിരിച്ചു വിട്ടാണ്. കറിയത്ത നംലിൻ, വലിച്ചു ഉറുമ്പിൻ്റെ ധാരിക്കുന്ന ധാരാളമുള്ള ഒരു ഏരിയ തങ്ങൾ കണ്ടു. കത് ഹറക്കനഹ, ഏരിയ ഞങ്ങൾ കരിച്ചു കളഞ്ഞതായിരുന്നു. അപ്പോൾ കാല, തങ്ങൾ ചോദിച്ചു, മൻ ഹറക്ക ഹാദിഹി, ഈ പ്രദേശം കത്തിച്ചവനാരാണ്? ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, നഹനു, ഞങ്ങളാണ് നബിയെ. കാല, തങ്ങൾ പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലാ യംബഗി അൻ യുഅദ്ദിബ ബിന്നാരി, തീ കൊണ്ട് ശിക്ഷിക്കൽ അനുയോജ്യമല്ല. ഇല്ലാ റബ്ബുന്നാർ, തീ പടച്ച റബ്ബല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കാൻ അനുയോജ്യനല്ല. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സഹീഹ്, നല്ല പരമ്പരയോടുകൂടി അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലിയോ ഖറിയത്തു നംലി എന്ന മാനാഹു മൗളിഉൻ നംലി മഅൻ നംലീൻ, ഉറുമ്പുകൾ ഒന്നായിട്ട് സമ്മേളിക്കുന്ന ഇടത്തിൻ്റെ പേരാണെന്ത്? ഒരു സ്ഥലത്തിനാണ് എന്താ പറയുക, ഖറിയത്തു നംലി എന്നറിയാം. അല്ലാതെ ഓൽക്കായിട്ട് ഗ്രാമമൊന്നുമില്ല, ആ ഉള്ള ഏരിയ നടത്തുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹ്രീമി മതുലിൽ ഗനിയ്യി, സമ്പന്നൻ സ്വീപ്പാക്കൽ ഹറാമാണെന്ന് പറയണ ബാബ്. എന്തുകൊണ്ട് സ്വീപ്പാക്കുക? ബിഹക്കിൻ, ഒരവകാശത്തിന്. തലബഹു സാഹിബുഹു, അതിൻ്റെ ആൾ അതിനെ തേടുന്നുണ്ട്. ഒരാൾ ഒരു സംഖ്യ കടം വാങ്ങിയോണ്ട് പോയി, 1-ാം തീയതി തരാമെന്നാണ് പറഞ്ഞത്. 1-ാം തീയതി ഓന് തരാൻ, ഓൻ്റെ കയ്യിലുണ്ടായൊരു സാധനം, ഞാൻ പിന്നെ പറഞ്ഞാണ്ട് അങ്ങനെ സ്വീപ്പാക്കുക. കൊടുക്കൂല, കൊടുക്കാൻ ടൈമായി കൊടുക്കണ്ടേ? ഖാല അല്ലാഹു തആല, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അതിൻ്റെ അഹ്ലുകാരിലേക്ക് വീട്ടാൻ അള്ളാഹു നിശ്ചയം നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. വഖാല തആല, ഫഇൻ അമിന ബഅ്ദുക്കും ബഅ്ദാ, ബഅ്ദ് നിർഭയമായാൽ ഫൽയുഅദ്ദില്ലദി ഉത്മിന അമാനത്തുഹു, വിശ്വസിക്കപ്പെട്ടവൻ അവൻ്റെ അമാനത്തിനെ വീട്ടിക്കൊള്ളട്ടെ. പിന്നെ വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മത്തുലുൽ ഗനിയ്യി, മുതലാളി ചൊയ്പ്പാക്കല് ളുൽമുൻ, അതൊരു അക്രമമാണ്.
ഫൈദാ ഉത്തുബി അഹദുക്കും അലാ മലീൻ, ഒരു സമ്പന്നന്റെ മേലിൽ നിങ്ങളൊരാൾ തുടരപ്പെട്ടാൽ, ഹവാലത്താക്കപ്പെട്ടാൽ, ഒന്ന് അംഗീകരിച്ചു കൊള്ളട്ടെ. ഞാനേ എനിക്ക് തരാനുള്ളത് ഇന്നാൾ തരൂട്ടോർ, ആയിക്കോട്ടെ യാർ. പക്ഷെ ആ പറഞ്ഞ ആൾ എങ്ങനത്തെ ആളാ നോക്കണം. ആരും വല്ല കൊണ്ട് ചാരി നോക്കണം, നേരം സ്വീപ്പാക്കുന്ന ആളാണോ അല്ലേ നോക്കണം. പിന്നെ മാന ഉത്തുബിയ എന്ന് പറഞ്ഞാൽ ഉഹീല, ചാരി കൊടുക്കപ്പെട്ടു എന്നർത്ഥം. ഹവാലത്തിൻ്റെ ആകൂതിയില്ലേ നമ്മൾ. ബാബു കറാഹത്തി ഔദിൽ ഇൻസാനി ഫി ഹിബത്തിൻ, ധർമ്മം കൊടുത്തതിൽ മനുഷ്യൻ മടങ്ങൽ കറാഹത്താണെന്ന് പറയണ ബാബ്. ലം യുസല്ലിം ഇലൽ മൗഹൂബി ലഹു, ആ ഹിബത്തിനെ മൗഹൂബ് ലഹുവിലേക്ക് എന്ത് ചെയ്തിട്ട് ഏൽപ്പിച്ചിട്ടില്ല. കുഞ്ഞോ അതുപോലെ തന്നെ ഒഫി ഹിബത്തിൻ, ഹിബത്തിലും മടങ്ങൽ കറാത്താണ്. വഹബഹാവി വലദിഹി, വലുതിലേക്ക് അവൻ അതിന് കൊടുത്തു. വസല്ലമഹ ഔലം യുസല്ലിമിഹ, മകനിലേക്ക് ഏൽപ്പിക്കട്ടെ ഏൽപ്പിക്കാതിരിക്കട്ടെ, അത് വാങ്ങൽ കറാഹത്താണ് എന്നും പറയണ ബാബ്. കറാഹത്തി ഷിറാഇഹി ഷൈഅൻ, ഒരു വസ്തുവിനെ വാങ്ങൽ കറാഹത്താണ്. തസദ്ദഖ ബിഹി, അതുകൊണ്ട് അവൻ സ്വതക്ക ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഷൈയിനെ വാങ്ങല് ആരവക്കൽ നിന്ന് മിനല്ലദീ തസദ്ദഖ അലൈഹി, ആരമേലാണ് സ്വതക്ക കൊടുത്തതെങ്കിൽ അവൻ്റെ വക്കൽ നിന്ന് അത് വാങ്ങലും കറാഹത്താണ്. പൈസ കൊടുത്താണ് വാങ്ങൽ തന്നെ കറാഹത്താണ്. ഔ അഖറജഹു അൻ സക്കാത്തിൻ്റെ, അല്ലെങ്കിൽ സക്കാത്തിൻ്റെ തൊട്ട് പുറപ്പെടുവിച്ച വസ്തുവിനെ ഒന്നേ കയ്യിൽ വാങ്ങൽ കറാഹത്താണ്. ഔ കഫാറത്തിൻ, അല്ലെങ്കിൽ കഫാറത്തിനെ തൊട്ടോ വനവിയ പോലത്തേനെ തൊട്ടൊക്കെ. വലാ ബഅസ ബിശിറാഇഹി മിൻ ശഖ്സിൻ ആഖറ ഖദ് ഇൻതഖല ഇലൈഹി, മറ്റൊരു വ്യക്തിയിലേക്ക് നീങ്ങിയാൽ ആ വ്യക്തിൻ്റെ വാക്കിൽ നിന്ന് വാങ്ങല് പ്രശ്നമില്ല എന്നും ഭരണബാബ്, കറാഹത്തില്ല എന്നും ഭരണബാബ്. പറഞ്ഞ മനസ്സിലെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അല്ലദീ യഊദു ഫീ ഹിബത്തിഹി, ഹിബത്ത് കൊടുത്തത് തിരിച്ചു വാങ്ങുന്നവൻ കൽ കൽബി, നായെ പോലെയാണ്. യർജിഉ ഫീ കൈഹി, ഛർദ്ദിച്ചത് വീണ്ടും കഴിക്കുന്ന നായെ പോലെയാണ്. റിപ്പോർട്ട് കാണാം, മസലുല്ലദീ യർജിഉ ഫീ സദഖത്തിഹി, സദഖയിൽ മടങ്ങുന്നവന്റെ ഉപമ കമസലി കൽബി, ഒരു നായെ പോലെയാണ്. യഖീഖു, ഛർദ്ദിക്കും. സുമ്മ യഊദു ഫീ കൈഹി, ഛർദ്ദിച്ചത് വീണ്ടും തിന്നുകയും തിരിച്ചെടുക്കും. വയക്കുരുഹു, കഴിക്കുകയും ചെയ്യും. അങ്ങനത്തെ പട്ടിയെ പോലെയാണ്. റിപ്പോർട്ടിൽ കാണാം, ഹിബത്ത് കൊടുത്തതിൽ മടങ്ങുന്നവൻ ഛർദ്ദിച്ചതിൽ മടങ്ങുന്നവനെ പോലെയാണ്. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഹമൽതു അലാ ഫറസിൻ ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ഒരു കുതിരന്റെ മേലിൽ ഞാൻ ചുമന്നു. ഫലാഹുൽ ലദീ കാന ഇൻദഹു, ഈ കുതിര ഏതൊരു ചങ്ങായിന്റെ കൈവശമാണോ എത്തിപ്പെട്ടതെങ്കിൽ അവനതിനെ പാഴാക്കി, തിന്നാനും കുടിക്കാനോ വേണ്ടതുപോലെ കൊടുത്തില്ല, പരിചരിച്ചില്ല. അപ്പോഴോ ഫറത്തുനസ്തരിഹു, ഞാൻ തിരിച്ചു വാങ്ങാൻ ഉദ്ദേശിച്ചു. ആ ചങ്ങായിക്ക് ഇത് കൊടുത്ത് തിരിച്ചു വാങ്ങണ്ട, ഒരു പൈസ കൊടുത്ത് കിട്ടുന്ന വാങ്ങുക എന്ന് മൃതാൻ ഉദ്ദേശിച്ചു. ഞാൻ ഭാവിച്ചു, അന്നഹു യബീഉഹു ബിറുഖ്സിൻ, ആ സാധനത്തിനോ കുറഞ്ഞ വിലക്ക് വിറ്റ് ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ സാധനത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, നബി, ഞാൻ ചങ്ങായിക്ക് ഒരു സാധനം കൊടുത്തിരുന്നു, ഓൻ അതിന് വേണ്ടതോ ശ്രദ്ധിക്കണില്ല, ഞാൻ അങ്ങോട്ട് തന്നെ വാങ്ങിയെങ്കിലോ എന്ന് ചോദിച്ചു. പൈസ കൊടുത്ത് വാങ്ങണം, വെറുതെ അല്ല. ഇപ്പോൾ കാലതങ്ങൾ പറഞ്ഞില്ല, ആ തസ്തരിഹി, ഉമർ ഇത് വാങ്ങണ്ട. വലാ തഅദു ഫീ സദഖത്തിക, ഇജ് വെറുതെ കൊടുത്തതിൽ ഇജ് മടങ്ങല്ലേ. ഫൈൻ അതാഖഹു ബി ദിർഹമിൻ, ഓനെ ഇത് ഒറ്റ ദിർഹമിനക്ക് കൊടുത്തതാണെങ്കിലും ശരിയില്ലേ. പിന്നെ ഫൈൻ അതാഖഹു ബി ദിർഹമിൻ, ഒരു ദിർഹമൻ തന്നെ എനിക്ക് പിന്നെ തരാൻ തയ്യാറായാലും എന്ത് ചെയ്യണ്ട, ഓൻ്റെ കന്ന് വാങ്ങണ്ട. പിന്നെ സദഖയിൽ മടങ്ങുന്നവൻ ഛർദ്ദിച്ചതിൽ മടങ്ങുന്നവനെ പോലെയാണ്. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ കുതിരന്റെ മേൽ ചുമത്തിയവനെ അർത്ഥം അനാഹു തസദ്ദഖതു ബിഹി അലാ ബഅദിൽ മുജാഹിദീന, യുദ്ധത്തിന് പോകാൻ തയ്യാറുള്ള ആളുകളുടെ മേൽ ഞാൻ സദഖ ചെയ്തു എന്ന അർത്ഥം കുതിര കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഅ്കീദി തഹരീമി മാലിൽ യതീം, യതീമിൻ്റെ സമ്പത്ത് അനുഭവിക്കൽ നിഷിദ്ധം ശക്തിയാണ് എന്ന് പറയണ ബാബ്. സാധാരണ അറമോലല്ല, കുറച്ച് ഗൗരവമുള്ള സബുൽ മുബിഖാത്ത് പെട്ടതാണ്, 7 അന്തവസ്ഥപ്പെട്ടത്. ഖാലല്ലാഹു തആല ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ളുൽമൻ നൽകി യതീമികളുടെ സമ്പത്ത് കൈക്കലാക്കുന്നവർ അല്ലെങ്കിൽ കഴിക്കുന്നവർ, ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറ, അവരവരുടെ
വയറുകളിലേക്ക് തീയാണ് തിന്നണത്, നാറാണ് തിന്നണത്. അധികം ഒരുപാടാ പറയണത്, ഒരു ആൽക്കാരിക്ക് പ്രയോഗ. അതിൻ്റെ പുറമെ കത്തിയ എരിയുന്നതായ നരകത്തിൽ അവർ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. വകാലത്തായ അല്ല പറയാണ്, വലാ തഖറബൂ മാലൽ യതീം, യതീമിൻ്റെ മുതലിലേക്ക് അടുത്തേക്ക് നിങ്ങൾ പോകണ്ടട്ടോ, ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ, നല്ല മാർഗത്തിലൂടെയല്ലാതെ. അതിന് വല്ല ഹൈർ ചെയ്യാനും ആ കുട്ടിക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള നിലക്കല്ലാതെ ആ മുതലിൻ്റെ അടുത്ത് അടുക്കാൻ തന്നെ പോകണ്ട. വഖാല തആല വയസ്അലൂനക അനിൽ യതാമാ, യതീമികളെ കുറിച്ച് ആ സഹാബത്ത് നിങ്ങളോട് ചോദിക്കും നബിയെ. കുൽ, നബിയെ തങ്ങൾ മറുപടി പറഞ്ഞോളി, ഇസ്ലാഹുൽ ലഹും ഖൈർ, യതീമീങ്ങൾക്ക് നന്മ ചെയ്ത് കൊടുക്കൽ ഹൈറാണ്. വഇൻ തുഖാലിതുഹും, നിങ്ങൾ അവരുടെ മുതലും നിങ്ങളുടെ മുതലും കലർത്തിങ്ങാണ്ട് കലത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ. എന്നാൽ വല്ലാഹുൽ യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹീൻ, മുഫ്സിദിനെ മുസ്ലിഹിൽ നിന്ന് അല്ലാഹു വേർതിരിച്ചറിയുന്നവനാണ്. നമ്മളെ മുതലും കുട്ടീൻ്റെ മുതലും കൂട്ടി ചോറിച്ചുകാണ്ട് അത് വല്ല ചുളിവിൽ കുട്ടീൻ്റെ പള്ളിക്കാക്കാനുള്ള ട്രിക്ക് കാട്ടണവനെ അല്ലാത്തവനെ ആർക്കറിയും? അല്ലാഹ്ക്കറിയും. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال, തങ്ങൾ പറയാണ്, സമൂഹമേ, ഇജ്തനിബൂ, നിങ്ങൾ വെടിയണം കേട്ടോ, അസ്സബ്അൽ മൂബിഖാത്ത്, മനുഷ്യൻ ഹലാക്കാക്കി തീർക്കുന്ന, നരകത്തിലേക്ക് തള്ളി വീഴ്ത്തുന്ന 7 വൻദോഷങ്ങളുണ്ട്. നല്ലോണം കരുതി കാണോ, ഒഴിവാക്കണം കേട്ടോ. ഖാലൂ, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹുന്ന, ആ 7 എണ്ണം ഏതാണ് നബിയേ? ഖാല, തങ്ങൾ പറഞ്ഞ ശിർക്കു ബില്ലാഹ്, ഒന്ന് അള്ളാഹ്ക്ക് തുല്യനുണ്ടെന്ന് വിശ്വാസമാണ്. വസ്സിഹ്റു, മറ്റൊന്ന് മാരണം ചെയ്യലാണ്. വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹ്, അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ നഫ്സിനെ കൊല്ലലാണ്. ഇല്ലാ ബിൽ ഹഖി, അവകാശം കൂടാതെ കൊല്ലലാണ്. വഖ്ലു റിബാ, റിബ അനുഭവിക്കലാണ്. വാക്കുലു മാലിൽ യതീം, യതീമിൻ്റെ മുതൽ കഴിക്കലുമാണ്, അല്ലെങ്കിൽ അതിലത് കൈക്കലാക്കലാണ്. വത്തവല്ലി യൗമസ്സഹ്ഫി, യുദ്ധം തിങ്ങിവെട്ടുമ്പോൾ പിന്തിരിഞ്ഞോടലുമാണ്. വഖഹ്ഫുൽ മുഹ്സനാത്ത്, വ്യഭിചാരത്തിനെ തൊട്ട് സംശുദ്ധരായതായിരിക്കുന്ന വിശ്വാസിനികളായ പെണ്ണുങ്ങളെ പെഞ്ചല് പറയലാണ്. അൽ മുഅ്മിനാത്തി, ശസ്ത്രവിശ്വാസിനികളായ, അൽ ഗാഫിലാത്തി, വ്യഭിചാരത്തിനെ തൊട്ടൊക്കെ അശ്രദ്ധരായ, തെറ്റ് ചെയ്യാത്ത പെണ്ണുങ്ങളെ അവർ വ്യഭിചാരോപണം നടത്തലുമാണ്. മുത്തഫഖുൻ അലൈഹി, മൂബിക്കാത്ത് കാരണം മുഹ്ലിക്കാത്ത് എന്നർത്ഥം. അപ്പം അങ്ങനെയാണ്, സന്തോഷമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഗ്ലീദി തഹ്രീമി റിബ, റിബയുടെ ഹറാമിൻ്റെ ഗൗരവം പറയുന്ന ബാബ്. ഗൗരവമുള്ള 7 വൻപാപങ്ങളിൽ പെട്ട തെറ്റാണ് റിബ അനുഭവിക്കുക എന്നുള്ളത്. അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും അത് സാക്ഷി നിൽക്കുന്നവരും കണക്ക് കൂട്ടുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരാണ് എന്നാണ്. റിബ എന്ന് പറഞ്ഞാൽ ഫുഖഹാ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ രൂപങ്ങളെല്ലാം. അതിപ്പോൾ ഈ കിതാബിലല്ല പറയേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ ഹറാമായ റിബ 3-4 വിധമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കടരിബയാണ്. കൈമാറ്റ റിബ എന്ന് പറഞ്ഞത് സാധാരണക്കാർക്ക് പെട്ടെന്ന് അറിഞ്ഞുകൂടാ, ചില സാധാരണക്കാർ കേട്ടിട്ടുണ്ടാവില്ല. ഭക്ഷ്യവസ്തുക്കൾ അതേ ഭക്ഷ്യവസ്തുക്കൾക്ക് കൈമാറുമ്പോഴും സ്വർണ്ണവള്ളി അതേ സാധനം കൈമാറുമ്പോഴും സമത്തിന് സമമാവണം. സസിൽ വിരിയുന്നതിന് മുമ്പ് ഈ ക്രയവിക്രയം നടത്തണം. പറച്ചിൽ കടം വരാൻ പാടില്ല. ഈ ആദ്യ നിബന്ധനകളിൽ നിന്നൊന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ റിബ ഉണ്ടാകുന്നത്. അതിന് മലയാള ഭാഗത്തിൽ ഒരുപാട് വാക്കില്ലെങ്കിലും പലിശ എന്ന് കുറച്ചൊക്കെ പറയും. പക്ഷേ അത് പൂർണ്ണമായും ആ മലയാളം യോജിക്കൊന്നുമില്ല. ഏതായാലും കടം കൊടുക്കുന്നവൻ എനിക്ക് ഇന്നാലിന്ന ഉപകാരം നീ ചെയ്യണം, എന്നാലും ഞാൻ കടം തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കടം കൊടുക്കുമ്പോൾ നിബന്ധന വെക്കണതിനാണെന്ന് പറയാം കടത്തിൻ്റെ റിബ എന്ന് പറയാം. ആ റിബയാണ് ഇപ്പം ഇന്ന് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള റിബ. 30,000 ഞാൻ കടം തരാം, പക്ഷേ എനിക്ക് ഇന്നാലൊരു ഉപകാരം നീ നിൻ്റെ വക്കലിൽ നിന്ന് എനിക്ക് കിട്ടണം, 5,000 ഏറെ തരണമെന്നോ, അതല്ലെങ്കിൽ നിൻ്റെ ബൈക്കിൻ്റെ ബാഗിൽ നിന്നെ അങ്ങാടിയിലോട്ട് കൊണ്ടുപോകണമെന്നോ എന്തെങ്കിലും ഒരു നിബന്ധന ഈ കടം കൊടുക്കുന്നവൻ വെച്ചുങ്ങാണ്ട് കടം കൊടുത്താൽ അതിന് കടത്തിൻ്റെ റിബ എന്ന് പറയും. അതൊക്കെ ഈ ഹറാമായ റിബയിൽ പെട്ടതാണ്. നോക്കുക, അല്ലാഹു തആല അല്ലദീന യഅ്കുലൂന റിബ, നിശ്ചയമായിട്ടും റിബ അനുഭവിക്കുന്ന ആളുകൾ
അല്ലദീന ഒരു വിഭാഗമാവുന്നത് യക്കുലൂന റിബ, അവർ റിബ അനുഭവിക്കും. അങ്ങനത്തെ ആളുകളിലായ കോമൂന, അവർ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരൂല. ഇല്ലാ കമാ യഖൂമുല്ലദീ, ഒരു മനുഷ്യൻ എണീക്കും പോലെയല്ലാതെ യതഖബ്ബതുഹു ശൈത്താനു, പിശാചവനെ തള്ളി വീഴ്ത്തുന്നു, മിനൽ മസ്സി, അവൻ്റെ ഭ്രാന്ത് കാരണമായി. അങ്ങനെയുള്ള മനുഷ്യനെ, ഭ്രാന്തിൻ്റെ അസുഖം പിടിച്ചൊരു മനുഷ്യൻ എഴുന്നേൽക്കും പോലെയല്ലാതെ കബറിൽ നിന്നോലും എണീച്ചു വരൂല. അതിന് കാരണം ബിഅന്നഹും ഖാലു, അവർ വിശ്വസിച്ച് പറഞ്ഞത് കാരണമായിട്ടാണ്. ഇന്നമൽ ബൈഉ മിസ്ലു റിബാ, റിബയും ബൈ പോലെ തന്നെ ഹലാലാണ് എന്നാണ് അവർ വാദിച്ചിരുന്നത്. എന്നാൽ സത്യത്തിൽ വഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു ബൈ അനുവദിക്കുകയും ഹറമ റിബ, റിബ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓലെന്ത് പറഞ്ഞു? റിബയും ഹലാലാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി, റബ്ബിൻ്റെ വക്കൽ നിന്ന് ആർക്കെങ്കിലും സാരോപദേശം വന്നാൽ, ഫന്തഹാവന, പരിപാടി നിർത്തുകയും ചെയ്താൽ, പിന്നെ റിബൻ്റെ പരിപാടി നിർത്തിക്കുകയും ചെയ്താൽ, ഫലഹു, അവനിക്കുണ്ട്, മാ സലഫ, കഴിഞ്ഞു പോയത് അവനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോട്ടെ. അംറുഹുയിൽ അള്ളാഹ്, അവൻ്റെ കാര്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്. അവൻ നേതാ ഇനിയും അതിലേക്ക് തന്നെ പോയാൽ ഫൗലായിക അസ്വാബുന്നാർ, അവർ നരകക്കാരാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതരാണ്. യംഹഖുല്ലാഹു റിബ, റിബയെ അല്ലാഹു മായ്ച്ചു കളയും. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ മുതൽ കൂടിയാൻ തോന്നും, പക്ഷേ മുതൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. വയുർബി സദഖാത്ത്, പാവങ്ങൾക്ക് സദഖ കൊടുത്താൽ അള്ളാഹു അതിനെ എന്ത് ചെയ്യുന്നറിയോ? വളർത്തി 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 കൊണ്ടുവരികയും ചെയ്യും. 100 കൊടുത്താൽ 10,000 കിട്ടും. ഇലാ ഖൗലിഹി തആല, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് തഖ്വ ചെയ്യണം കേട്ടോ, അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. വദറൂ, നിങ്ങൾ ഉപേക്ഷിച്ചാളി, മാ ബഖിയ മിന റിബ, റിബയിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിക്കാളി, നഷ്ടം വരുന്ന് പേടിക്കണ്ട. അമ്മല്ല ഹദീസ്, ഹദീസുകൾ ഫഖീറത്തുൻ, ധാരാളമുണ്ട്. ഫി സഹീഹി, സഹീഹുകളിൽ ധാരാളമുണ്ട്. മശൂറത്തുൻ, പ്രസിദ്ധമാണതെല്ലാം. മിൻഹാദിൽപ്പെട്ടതാണ് ഹദീസ് അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ടപ്പെട്ട ഹദീസ്. ഏതാണ് ഹദീസ്? അസ്വാബിഖു ഫിൽ ബാബി ഖബല, ഈ തൊട്ട് മുമ്പത്തെ ബാബിൽ അവസാന ഹദീസ് ഉണ്ട്. എന്ത്? ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, 7 മൂബിഖാത്തിനെ നിങ്ങൾ, സബ്അൽ മൂബിഖാത്തിനെ വെടിഞ്ഞോളി അറിഞ്ഞി പറയുന്നുണ്ട്. വാക്കുൽ റിബ എന്ന് പറയുന്നുണ്ട്. വനിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമുകിലഹു റിബ, വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അല്ലാഹുവിൻ്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. റവാഹു മുസ്ലിം. ഫസാദ് തുർമുദി വഗൈറു, തുർമുദിയും മറ്റ് ഏറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാഹിദഹി വകാതിബുഹു, സാക്ഷി നിൽക്കുന്ന 2 ആളുകളെയും അതിൻ്റെ കണക്ക് എഴുതുന്നവനെയും ശപിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹ്രീമിർ റിയാ, ലോകമാന്യം അത് ഹറാമാണ് എന്ന് പറയുന്ന ബാബ്. ഖാലല്ലാഹു തആല വമാ ഉമിറൂ, ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിഅബ്ദുല്ലാഹി മുഖ്ലിസീന ലഹുദ്ദീൻ, ഇബാദത്ത് അള്ളാഹ്ക്ക് തനിപ്പിച്ചവരാ നിലയിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുവാനല്ലാതെ ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫാ, സത്യത്തിലേക്ക് ചാഞ്ഞവരായ നിലയിൽ. അപ്പം അള്ളാഹിൻ്റെ കൽപ്പന അത്രേ ഉള്ളൂ. ഇബാദത്ത് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണം? അള്ളാഹ്ക്ക് മാറ്റി എടുക്കണം. ഖാലല്ലാഹു തആല ലാ തുബ്തിലൂ സദഖാത്തിക്കും, നിങ്ങളുടെ സദഖകളെ നിങ്ങൾ ബാത്തിലാക്കി കളയല്ലി, ബിൽമന്നി, കൊടുത്തത് പറഞ്ഞുങ്ങാണ്ടും, വല്ലതാ, അത് വാങ്ങിയവനെ കഷ്ടപ്പെടുത്തിങ്ങാണ്ടും, കല്ലദീ, ഒരുത്തൻ ബാത്തിലാക്കും പോലെ, യുംഫിഖു മാലഹു റിയാന്നാസി, ജനങ്ങൾ കാണാൻ വേണ്ടിങ്ങാണ്ട് സമ്പത്ത് ചെലവഴിക്കുന്നവൻ അവന് സദഖ ബാത്തിലാക്കുന്നത് പോലെ. വഖാല തആല, അല്ലാഹു പറയാണ്, യുറാഊനന്നാസ്, മുനാഫിക്കീങ്ങളെ അല്ലാഹു പറയാണ്, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യും. ഫലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറച്ചല്ലാതെ അള്ളാഹനെ അവർക്ക് ഓർമ്മ ഉണ്ടാവൂല. പഠിച്ചോ നമുക്കൊക്കെ നല്ല മനസ്സ് തരട്ടെ. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നുണ്ട്. ഖുദ്സി ഹദീസ് എന്ന് അതിന് പറയാം. അള്ളാഹ് പറയുന്നുണ്ട്. എന്താ അള്ളാഹ് പറയണത്? ഞാൻ അഗ്ന ശുറകാഇ അനി ശിർക്കീൻ, ശരീക്കന്മാരുടെ കൂട്ടത്തിൽ ശരീക്കിനെ തൊട്ട് ഏറ്റവും ആവശ്യം തീർന്നവനാണ്. എന്നോട് ഒരു തരിയും ഒന്നും ആരും പങ്കുചേർക്കാൻ നിൽക്കണ്ട. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു, അശ്റക ഫീഹി മഇ ഗൈരി, എനിക്ക് പുറമെ മറ്റൊരാളും കൂടിയും ആ അമലിൽ അവൻ പങ്കാക്കിയാൽ, നിസ്കരിച്ചിട്ടുണ്ട്. എന്താ നിസ്കരിച്ചണത്? അള്ളാൻ്റെ കന്നും കൂലി കിട്ടണം, പൊറാട്ടും ചായ അവും കിട്ടണം. അങ്ങനെയാണെങ്കിൽ തറക്തുഹു ശിർക്കഹു,
ഓൻ്റെ ശിർക്കിനെയും ഞാൻ അങ്ങ് ഉപേക്ഷിക്കുന്നതാണ്. എനിക്കും വേണ്ടി മാത്രം ചെയ്തതായത് മതി, നമുക്ക് മതി. റവാഹു മുസ്ലിം. പിന്നെ വൻഹു അന്നഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വലന്നാസി യുഖ്ലാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വിധി പറയപ്പെടുന്ന വിഭാഗത്തിൽ ആദ്യ വിഭാഗം റജുൽ അലൈഹി എന്നുണ്ട്, ആ ഒരാളുടെ മേൽ. റജുലിൻ അതൊരു മനുഷ്യനാണ്, സ്തുഷിതായ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. ഫൗത്തിയ ബിഹി, അദ്ദേഹത്തെ നാളെ മഹ്ശറിൽ കൊണ്ടുവരപ്പെടും. ഫറഫഹു നിഅമതഹു, അയാൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ഓർമ്മയാക്കി കൊടുക്കും. ഫറഫഹ, അയാൾക്ക് അത് ഓർമ്മയാകും. കാല, അള്ളാഹ് ചോദിക്കും, വമാ അമിൽത ഫീഹാ, ഈ കർമ്മങ്ങൾക്ക് പകരം നീ എന്ത് ചെയ്തടോ? കാലാപ്പം ഈ മനുഷ്യൻ വല്ല ചങ്കൂറ്റത്തോടെ മഹ്ശറിൽ പറയാ, ഖാത്തിൽ തുഫീക, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തില്ലേ, ഹത്തസ്തുഷിത്തു, നിന്റെ ജീവൻ കളിനവരെ. കാല, അല്ല വരാണ്, കദബ്ത, എടാ നീ നുണയാണ് പറഞ്ഞത്. വലാകിന്നക കാത്തൽത, എങ്കിലും നീ യുദ്ധം ചെയ്തിട്ടുണ്ട്. ലിയുകാല, പറയപ്പെടാൻ വേണ്ടിയിട്ട്, ജരീ, അയാൾ നല്ല ധീരത ഉള്ള ആളാണ്, എന്ത് പറയാൻ വേണ്ടിക്കാണ്ട് യുദ്ധം ചെയ്തിരുന്നത്. പക്കത്ത് കീല, അതൊക്കെ ദുന്യാന്ന് പറയപ്പെടുകയും ചെയ്തിരുന്നു. സുമ്മൗമിറ ബിഹി, എന്നെ ബിനിയാളത, നരകത്തിലേക്ക് വലിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്നു. ഫസുഹിബ അലാ വജ്ഹിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ മേൽ നരകത്തിലേക്ക് വലിക്കപ്പെടുന്നു. ഹത്താ ഉൽഖിയ ഫിന്നാർ, അങ്ങനെ അദ്ദേഹത്തെ നരകത്തിലേക്ക് ഇടപ്പെടുന്നു. നഊദു ബില്ലാഹ്, അല്ലാഹ് നമ്മളെ കാക്കട്ടെ. റജുലുൻ, രണ്ടാമത്തെ ഒരു മനുഷ്യനാണ്, തഅല്ലമൽ വഅല്ലമഹു, ഇൽമു വളരെ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കി, വഅല്ലമഹു, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുത്തു. വഖറഅൽ ഖുർആൻ, ഖുർആൻ അങ്ങനെ ഓതി. ഫൗതിയ ബിഹി, ആ മനുഷ്യനെ നാളെ മഹ്ശറിൽ കൊണ്ടുവരപ്പെടും. ഫറഫഹു നിഅമഹു, അയാൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു അദ്ദേഹത്തെ ഓർമ്മയാക്കി കൊടുക്കും. ഫറഫഹ, അയാൾക്ക് അതൊക്കെ ഓർമ്മയാകും. അയാൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയൊക്കെ ഓർമ്മ വരും. കാല, അല്ലാഹ് ചോദിക്കും, വമാ അമിൽത ഫീഹാ, ഈ അനുഗ്രഹങ്ങൾക്ക് പകരം നീ എന്ത് അമൽ ചെയ്തടോ? കാല, അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, തഅല്ലമൽതുൽ ഇൽമ, ഇൽമുറേ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചുണ്ടാക്കിയില്ല. അല്ലം തൂ, അതൊക്കെ പഠിപ്പിച്ചും കൊടുത്തില്ലേനോ. അപ്പോൾ ഖറഅതു ഫീക്കൽ ഖുർആന, നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ കുറേ ഖുർആനൊക്കെ ഓതിയിരുന്നില്ലേ. കാല, അല്ല പറയും, കദബ്ത, നീ നുണ പറഞ്ഞു. ഈ ഖുർആൻ ഓതീനി വെച്ചാൽ ഓതീനി. വലാകിന്നക തഅല്ലംത, എങ്കിലും നീ അത് പഠിച്ചതൊക്കെ ലിയുകാല, പറയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. ആലിം, ഇയാൾ മഹാപണ്ഡിതൻ എന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. പകരത്തിൽ ഖുർആന, ഖുർആൻ നീ ഓതിയിരുന്നു. ലിയുകാല, പറയപ്പെടാൻ വേണ്ടി. കുഹകാരിയും, ഇയാൾ വലിയ ഓത്തുകാരനെ പറയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. പകത് കയ്യില, അതൊക്കെ പറയപ്പെട്ടു. അതൊക്കെ ദുന്യാവുന്ന ആൾക്കാർ പറയാനല്ലേ, അത് അറിഞ്ഞു ചെയ്തു, നിന്റെ പ്രിയക്ക് ഊരിട്ടാനല്ലല്ലോ. സുമ്മ ഉമിറ ബിഹി, പിന്നെ അയാൾ നരകത്തിലേക്ക് വലിക്കപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെടും. ഫസുഹിബ അലാ വജീഹി, എന്നെ മൂന്ന നിലത്തേക്കാക്കിയിട്ട് അങ്ങനെ വലിക്കപ്പെടും നരകത്തേക്ക്. ഹത്താ ഉൽഖിയ ഫിന്നാർ, അങ്ങനെ അദ്ദേഹത്തെ നരകത്തിലേക്ക് ഇടപ്പെടുന്നതാണ്. പടച്ചോൻ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. റജുലുൻ, മൂന്നാമത്തെ ഒരു മനുഷ്യനാണ്, വസ്സഅല്ലാഹു അലൈഹി, അല്ലാഹു അദ്ദേഹത്തിന് വിശാലമായി മുതൽ കൊടുത്തു. വഅതാഹു മിൻ അസ്നാഫിൽ മാൽ, സമ്പത്തിൻ്റെ പല ഇനങ്ങളിൽ നിന്നും അദ്ദേഹം അല്ലാഹു വാരിക്കോരി കൊടുത്തു. ഫൗതിയ ബിഹി, അയാളെ നാളെ മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടും. ഫറഫഹു നിഅമഹു, അയാൾ ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ അയാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അയാൾക്ക് ഓർമ്മയാക്കി കൊടുക്കും. ഫറഫ, അയാൾക്ക് ഓർമ്മയാവുകയും ചെയ്യും. അല്ല പറയാണ്, ഫമാമിൽത ഫീഹാ, ഈ അനുഗ്രഹങ്ങൾക്ക് പറഞ്ഞ് എന്ത് അമൽ ചെയ്തടോ? കല, പയൽ പറയും, മാ തറക്തു, പടച്ചോനെ ഞാൻ ഒഴിച്ചിട്ടിട്ടില്ല, മൈമിൻ സബീൽ, ഒരു മാർഗവും, തുഹിബ്ബയും ഫഖഫീഹ, ആ മാർഗത്തിലൊക്കെ ചെലവഴിക്കപ്പെടണം എന്ന് നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനത്തെ ഒരു വഴിയും ഞാൻ ഒഴിച്ചിട്ടിട്ടില്ല. ഇല്ല ഫഖ്തു ഫീഹാലക്ക, നിന്റെ പ്രീതിക്ക് വേണ്ടി ആ വഴിയിലൊക്കെ ഞാൻ ചെലവഴിച്ചിട്ടല്ലാതെ. എവിടൊക്കെ ചെലവഴിക്കണം എനിക്ക് ഇഷ്ടമുണ്ടോ അവിടെയൊക്കെ ഞാൻ ചെലവാക്കിയിടുക. കാല, അപ്പോൾ ഈ അള്ള പറയും, കദബ്ത, നീ നുണ പറഞ്ഞു. വലാകിന്നക ഫഅൽത, എങ്കിലും നീ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. വല്ല ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, കിണർ കുത്തിയിട്ടുണ്ട്, വല്ല കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, റോഡ് കെട്ടി കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ലിയുകാല, പറയപ്പെടാൻ വേണ്ടിയിട്ട്. ഹുവ ജവാദുൻ, അയാൾ വലിയ ധർമ്മിഷ്ഠനാണോ എന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ട്. അതിനെല്ലാം വീഡിയോ പിടിച്ചുകാണ്ട് ഇങ്ങനെ യൂട്യൂബിൽ വിട്ടും ചെയ്തിരുന്നു. പക്കത്തൊക്കെയില്ല, പറയപ്പെട്ടു. അതൊക്കെ ഇതിൻ്റെ പറയപ്പെട്ടും ചെയ്തു, ഒരുപാട് ലൈക്ക് കിട്ടുകയും ചെയ്തു.
സുമ്മ ഉമിറ ബിഹി, പിന്നെ അയാൾ നരകത്തിലേക്ക് വലിക്കപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്നു. സുഹിബ അലാ വജീഹി, അവൻ്റെ മുഖത്തിൻ്റെ മേലെ ഒഴിക്കപ്പെടുന്നു. സുമ്മ ഉൽക്കിയ ഫിന്നാർ, അവൻ നരകത്തിലേക്ക് ഇടപെടുകയും ചെയ്യുന്നു. റവാഹു മുസ്ലിം. ജരീഉൻ അന്നാബി വതീൽ മീമി വകസിരി റായി വബിൽ മദ്ദി. ജരീഉൻ വായിക്കണം. ഐ ശുജാഉൻ ഹാദിഖുൻ, നല്ല പരിജ്ഞാനിയും നല്ല ധീരനുമാണ്, അതാണ് ജരീൻ്റെ അർത്ഥം. വൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന നാസൻ ഖാലൂ ലഹു, കുറച്ചാളുകൾ വന്നിട്ട് മഹാനരോട് പറഞ്ഞു, ഇന്നാ നദ്ഖുലു അലാ സലാത്തീനിനാ, ഞങ്ങളുടെ ഭരണാധികാരിയുടെ മേലിൽ കയറി ചെല്ലാറുണ്ട്. ഫനഖൂലു ലഹും, അവരോട് ഞങ്ങൾ പറയാറുണ്ട്, ബിഖിലാഫി മാ നതകല്ലമു ഇദാ ഖറജ്നാ മിൻ ഇൻദിഹിം, അവരൊക്കെല്ലാം നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സംസാരിക്കുന്ന വിപരീതം അവരോട് പറയാറുണ്ട്. ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ നഉദ്ദു ഹാദാ, ഈ പരിപാടിയെ ഞങ്ങൾ കണക്കാക്കാറുണ്ടായിരുന്നു, നിഫാഖൻ, കാപഢ്യമായി കണക്കാക്കാറുണ്ടായിരുന്നു. അലാ അഹദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ കാപഢ്യം എന്നതിന് പറയല്, നിഫാഖ് എന്നതിന് ഞങ്ങൾ പറയാം. എന്താ കാരണം? രാജാക്കന്മാരെ പുറത്തേക്ക് നോക്കിങ്ങാണ്ട് ഓലെ പൊളിച്ചാക്കി വർത്താനം പറയും. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ വിപരീതം അയാളെ പറ്റി കുറ്റം നേരം കിട്ടും പറയും. പിന്നെ റവാഹുൽ ബുഖാരി. وعن جندب بن عبد الله بن سفيان رضي الله عنه أنه قال قال النبي صلى الله عليه وسلم من سمع, ആരെങ്കിലും ആൾക്കാരെ കേൾപ്പിച്ചാൽ, സമ്മഅ അല്ലാഹു ബിഹി, അള്ളാഹു ജനസാന്നിധ്യത്തിനാൾ മഹ്ശറിൽ ഓനെയും വഷളാക്കും, പരസ്യമായിട്ട് പറഞ്ഞുകാണ്ട്. വമൻ യുറാഇ, ആരെങ്കിലും ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്താൽ, യുറാഇല്ലാഹു ബിഹി, അള്ളാഹു മഹ്ശറിൽ ഓലെയും ആൾക്കാർ കാണിക്കും. ദാബൻ ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്ത ആളെ ഇനി. പിന്നെ മുത്തഫഖുൻ അലൈഹി വറവാഹു മുസ്ലിം അയ്ളൻ മിൻ റിവായത്തി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ടിലൂടെ ഹദീസിനെ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമ്മ, എന്താണ് ഈ ഹദീസിന്റെ മാന നോക്കുന്നത്? സമ്മ എന്ന തസ്ദീദിൽ മീമിന് ശബ്ദമുണ്ട്, സമ്മ എന്ന് വായിക്കണം. അതിന്റെ മാന അൽഹറ അമലഹു ലിന്നാസി റിയാഅൻ, ലോകമാന്യത്തിന് വേണ്ടി ജനങ്ങളെ അമലുകൾക്കുള്ള അമലിനെ വെളിവാക്കിയാൽ. സമ്മ അല്ലാഹു ബിഹി എന്നർത്ഥം ഐ ഫളഹഹു യൗമൽ ഖിയാമത്തി, ഓൻ അല്ലാഹു അന്ത്യനാളിൽ ആൾക്കാരുടെ ഇട്ട് വഷളാക്കുന്നതിനർത്ഥം. പറ്റില്ലേ? ഇനി ഇപ്പോൾ മാന മൻ റാ എന്ന് പറഞ്ഞാൽ മൻ അൽഹറ ലിന്നാസിൽ അമല സ്വാലിഹ ലിയഅ്ളുമ ഇൻദഹും, ജനങ്ങൾക്കൽ ഇവർ വലിയ മഹാനായി മാറാൻ വേണ്ടിങ്ങാണ്ട് സ്വാലിഹ അമലിനെ ജനങ്ങളോട് വെളിവാക്കിയാൽ, റാ അല്ലാഹു ബിഹി എന്നർത്ഥം ഐ അൽഹറ സരീറത്തഹു അല റൂസിൽ ഹലായിഖി, അവർ മനസ്സിൽ ഒളിപ്പിച്ചിരുന്നതായിരിക്കുന്ന ആ ചീഞ്ഞ മനസ്ഥിതി ജനസാന്നിധ്യത്തിൽ അള്ളാഹു വെളിവാക്കുന്ന അർത്ഥം. പിന്നെ وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من تعلم علما, ആരെങ്കിൽ ഇൽമിനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചെടുത്താൽ, മിമ്മ ഒന്നിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഇൽമിനെ, യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല, ആ ഇൽമു മുഖേന അവനക്ക് അള്ളാഹുവിന് പ്രീതി സമ്പാദിക്കപ്പെടാൻ പറ്റും. അങ്ങനെയുള്ള ഇൽമിൻ്റെ കൂട്ടത്തിൽപ്പെട്ട അമലിനെ ഇവൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തു. എന്തിനാ പഠിച്ചെടുത്തതെന്നറിയോ? ലാ തഅല്ലമുഹു, ഇതിനെ ഇവൻ പഠിക്കുന്നില്ല, ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്നുള്ള ചരക്കിനെ അവൻ സമ്പാദിക്കാൻ വേണ്ടിങ്ങാണ്ടല്ലാതെ, മുക്കാൽ ഉണ്ട കൈക്കലാക്കാൻ വേണ്ടിങ്ങാണ്ടല്ലാതെ അവൻ തേടുന്നില്ല. ഓൻ ആ ഒറ്റ ഉദ്ദേശമുള്ളൂ, എന്ത് വേണം? മുതലുണ്ടാക്കണം. അങ്ങനെ കാലം ഉണ്ടായിനി. സർക്കാർ ജോലി കിട്ടും എങ്ങനെയായാൽ, നല്ല ഫിഖ്ഹ് പഠിച്ചാൽ ജഡ്ജിൻ്റെ പണിയൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഇൽമടിച്ചാൽ കാലം ഉണ്ടായിനി. ഇന്ന് പിന്നെ നമ്മളത്തെ കാലത്ത് പിന്നെ ഇൽമടിച്ചിട്ടുണ്ടെങ്കിൽ ദുന്യാവിട്ടും ചാരി പഠിച്ചൊന്നുമില്ല, അള്ളാഹ്ക്കും വേണ്ടിയിട്ട് പഠിച്ചോളൂ എന്ന് വിചാരിച്ചാൽ. ഏതായാലും ആരങ്ങനെ ആ ദുന്യാവ് കിട്ടാൻ വേണ്ടിങ്ങാണ്ട് ആരെങ്കിലും ഇൽമ തേടിയാൽ, ലം മജീദ് അർഫൽ ജന്ന, സ്വർഗത്തിൻ്റെതായിരിക്കുന്ന പരിമളത്തെ അവൻ ആസ്വദിക്കോ ഇല്ല, എത്തിക്കോ ഇല്ല, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. യാനി മുത്തനബി അർഫ് എന്ന് ഉദ്ദേശിക്കുന്ന റിഹഹ, സ്വർഗത്തിൻ്റെ മണം എന്നാണ്. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സ്വഹീഹ്. വൽ അഹാദീസ് ഫിൽ ബാബി കസീറത്തുൻ മശ്ഹൂറത്തുൻ, ഈ ബാബിൽ വന്ന ഹദീസുകളൊക്കെ പ്രസിദ്ധവും അധികരിച്ചതുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു മാ യുതവഖമു അന്നഹു റിയാ, ലോകമാന്യമാണെന്ന് തോന്നപ്പെടും, എന്നാൽ വലിയ സബരിയായി ലോകമാന്യവുമല്ല, അങ്ങനത്തെ ഒന്ന് പറയുന്ന ബാബ്. അയാൾ അള്ളാഹ്ക്കും വേണ്ടിയാണ് ചെയ്യുന്നത്, ജനങ്ങളെ പ്രശംസ ഒന്നും ആഗ്രഹിക്കണില്ല. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പ്രശംസിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാം? കുഴപ്പമൊന്നുമില്ല. അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കുക നമുക്ക്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, നബിയെ
അറായിത്താൻ തങ്ങളെന്ന് പറഞ്ഞാട്ടെ റജുല ഒരാളെ പറ്റി അമലുൽ അമലമിൽ ഹൈരി, അയാൾ ഹൈറിൽപ്പെട്ട അമലിനെ നല്ല നീയത്തോടെയാണ് അയാൾ ചെയ്യുന്നത്. അഹമ്മദ് ഹുന്നാസു അലിഹി, ജനങ്ങളതിൻ്റെ പേരിൽ ദീനനെ സ്തുതിക്കുന്നുണ്ട്, ആഖിറത്തിൽ കൂലി പോവോ? കാല തങ്ങൾ പറഞ്ഞു തിൽക്ക ആജിലു ബുശ്റൽ മുഅ്മിനീൻ, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ദുന്യാവിൽ നിന്ന് കിട്ടുന്ന സന്തോഷ വാർത്തയാണത്. റവാഹു മുസ്ലിം. പക്ഷെ നമ്മളിപ്പോൾ പൊളിച്ചാകരുത് മാത്രം. ബാബു തഹരീമിൻ നളരീരൽ മർഅത്തിൽ അജ്നബിയ്യത്തി, അന്യ പെണ്ണിലേക്ക് നോക്കലും ഹറാമാണ് എന്ന് പറയണ ബാബ്. വൽ അമ്രദിൽ ഹസനി, സുന്ദര കുട്ടപ്പന്മാരെയും മോത്തുക്ക് നോക്കൽ ഹറാമാണ് എന്ന് പറയണ ബാബ്. ലി ഗൈരി ഹാജത്തിൻ ഷറയ്യത്തിൻ, ഷറയ്യായ അനുവാദം കൂടാതെ, ആവശ്യം കൂടാതെ. ഷറ അനുവദിച്ച ചില ആവശ്യമുണ്ട്, അതില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല, നല്ല ചൊറുക്കുള്ളതായിരിക്കുന്ന മൂന്നവല് മുടി വെക്കാത്ത ആൺകുട്ടികളെ നോക്കാൻ പാടില്ല എന്ന് ഹറാമാണ് വരണ ബാബ്. അല്ലാഹു തആല കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, ഈമാനുള്ള മുഅ്മിനീങ്ങളോട് നബിയെ ഹറാമിനെ തൊട്ട് ദൃഷ്ടിതാത്താൻ പറഞ്ഞാൽ അവർ ദൃഷ്ടിതാത്തും. ഖാല തആല, അല്ലാഹു പറയാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, നിശ്ചയം കേൾവിയും കാഴ്ചയും മനസ്സും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, അതെല്ലാം അല്ലാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഖാല തആല, അല്ലാഹു പറയാണ് യഅലമു, അല്ലാഹു അറിയുന്നവനാണ്, ഖായിനത്തുൽ അയുനി, കണ്ണിൻ്റെ വെട്ടിനോട്ടം അറിയും, വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയാന്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചതുവരെയും ആരറിയും? അല്ലാഹു അറിയുന്നവനാണ്. വഖാല തആല, അല്ലാഹു പറയാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു സുബ്ഹാനഹു നബിയെ തങ്ങളുടെ റബ്ബ് അവൻ നോക്കി പാർത്തു കൊണ്ടിരിക്കുന്നവനാണ് അടിമയുടെ എല്ലാ പ്രവർത്തനവും. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല കുതിബ അല ഇബ്നി ആദമ, ഇബ്നു ആദമിൻ്റെ മേൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ നസീബുഹു മിനസ്സിനാ, വ്യഭിചാരത്തിൽ നിന്നുള്ള അവനിക്കുള്ള വിഹിതം. ഇപ്പോൾ ജീവിതകാലത്തിൽ എന്തൊക്കെ വ്യഭിചരിക്കുമല്ലോ എന്നുള്ളത് ഓന് ആദ്യം കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. മുദ്രിക്കും താലിക്ക, അതോ എത്തിക്കന്നെ ചെയ്യും, ഇല്ല മഹാലത്തെ സംശയമല്ല. അപ്പോൾ ചോദ്യം എല്ലാവരും വ്യഭിചരിക്കുമോ നോക്കുക. അല്ല ഇനാനി, രണ്ട് കണ്ണുകളുണ്ടല്ലോ, സിനാഹുമ അന്നളറു, അതിൻ്റെ വ്യഭിചാരം അത് നോട്ടമാണ്, കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണിൻ്റെ വ്യഭിചാരമാണത്. വല്ലുദ്നാനി, രണ്ട് ചെവികൾ, സിനാഹുമൽ ഇസ്തിമാഉ, അതിൻ്റെ വ്യഭിചാരമാണ് തെറ്റിലേക്കുള്ള ചെവിടെടുത്ത് കേൾക്കല്, അന്യ പെണ്ണിൻ്റെ സംസാരം മൊബൈലിൽ അല്ലെങ്കിൽ കേൾക്കന്നെ. ചിലർക്ക് ഫോൺ വിളിച്ചാണ് നേരം കളിയില്ല, ടൈം പാസ് എന്നാണ്. വല്ലിസാനോ, നാവാവുന്ന സിനാഹു അൽ കലാം, അതിൻ്റെ വ്യഭിചാരം സംസാരിക്കലാണ്, നാവ് കൊണ്ട് പറയണത് നാവിൻ്റെ വ്യഭിചാരമാണ്, അന്യ പെണ്ണുമായിട്ട് സൊള്ള്. പിന്നെ വല്യതോ, കയ്യാവുന്ന സിനാഹ, അതിൻ്റെ വ്യഭിചാരം ബത്തുഷു, പിടിക്കലാണ്, ഓളെ കയ്യും പിടിച്ചു പോവുക ബീച്ചിക്ക്, അന്യ പെണ്ണിനെ താത്താനെയും പിടിച്ചിട്ട്. വൽറിജു, കാലാവുന്നത്, സിനാഹ അൽ ഖുതാ, അതിൻ്റെ വിചാരം അത് കാലുകൊണ്ട് ചവിട്ട്, ഇങ്ങനെ ഓരോ ചവിട്ടടി ഇങ്ങനെ വെക്കലാണ്, കാലിൻ്റെ വിചാരമാണത്. അവസാനം എന്ത് ചെയ്യുന്ന അറിയോ? വൽ ഖൽബു, അവൻ്റെ ഹൃദയം, യഹ്വാ വയതമന്ന, അത് പ്രേമിക്കുകയും അത് വേണ ഹറാമിലേക്ക് പൂതി വെക്കുകയും ചെയ്യും. ആദ്യം ഒരു ഇത് പാച്ച് വരും, ഒരു മിസ് പാച്ച് വരും, പിന്നെ സംസാരിക്കും, പിന്നെ ടൗണിക്കൊന്ന് വരാൻ പറയും, പിന്നെ ബീച്ചിക്കൊന്ന് പോകും, അങ്ങനെ അങ്ങനെ തൊടും, പിന്നെ അവസാനം അവൻ്റെ മനസ്സ് പൂതി വെക്കും, അങ്ങനെയാണ് പോകും. വിശദ്ധികുതാലിക്ക, ഈ കാര്യത്തിനെ അവസാനം വാസ്തവമാക്കുമ്പോൾ ഫർജു, അവൻ്റെ മുഖ്യസ്ഥാനം, കത്തിപ്പൂ കളവാക്കുകയും ചെയ്യും. ചിലപ്പം വലിയ ഉപ്പിനും എന്ത് ചെയ്യും, അത് ഈ അറാമുക്കാണ് പോയി ചാടിച്ചും, ചിലപ്പം തട്ടിപ്പോവുകയും ചെയ്യും. പഠിച്ചോൻ കാക്കട്ടെ. മുത്തഫഖുൻ അലൈഹി വഹാദാ ലഫ്ളു മുസ്ലിമീൻ റിവായത്തുൽ ബുഖാരി മുഖ്തസറത്തുൻ, ബുഖാരിൻ്റെ റിപ്പോർട്ടിൽ കുറച്ച് ചുരുക്കിയും കൊണ്ടാണ്. പിന്നെ വൻ നബി സഈദിൻ ഖുദരി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇയ്യാകും വൽ ജുലൂസ ഫി തുറുഖാത്ത്, നിങ്ങൾ സൂക്ഷിക്കണം, വഴിയോരത്തിരിക്കലിനെയും സൂക്ഷിക്കണം. ഏർമാടത്തമ്മ പോയിങ്ങാണ്ട് റോഡിൻ്റെ അകത്ത് ഇങ്ങനെ പോയിങ്ങാണ്ട് എവിടെയെങ്കിലും ഒരാൾ ഒരു ഇതിറക്കിയെങ്കിൽ പൈപ്പ് ഇറക്കിയെങ്കിൽ അതിന് പോയി കയറി കുത്തിരിക്കണ്ട. എന്താ അറിയോ,
കാലോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ, മാലനാമി മജാലിസിനാ ബുദ്ധുൻ, ഞങ്ങൾ ഇരിക്കണ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ കഴിയൂല നബിയെ. വൈകുന്നേരം ആകുമ്പോൾ അസർനാസൊക്കെ നേരം പോക്കിനെ ഞമ്മക്ക് എവിടെയെങ്കിലും ഏർമാടത്തുമ്മലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് പോയി കുറച്ചു നേരമൊക്കെ ഒന്ന് വർത്താനം പറയേണ്ടി വരൂലേ. നെത്തഹദ്ദു ഫീഹ, അവിടേക്കാണ് വർത്താനം പറഞ്ഞിരിക്കുന്ന സ്ഥലമല്ലേ ആയിരുന്നു. പിന്നെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ഫൈദാ അബൈത്തും ഇല്ലൽ മജീസ, നിങ്ങൾക്ക് ഇരിക്കലിനെ അല്ലാതെ നിങ്ങൾ വിസമ്മതിക്കുന്നുവെങ്കിൽ, ഇരുന്നേ പറ്റുള്ളൂ എങ്കിൽ, ഫഅതു ത്വരീഖ ഹഖഹു, വഴിൻ്റെ ഹക്ക് വിട്ടുകൊടുക്കണം എന്നായിരുന്നു. നിങ്ങൾക്ക് അവിടെ പോയി കുത്തിരിക്കന്നെ വേണമെങ്കിൽ വഴിൻ്റെ ഹക്ക് നിങ്ങൾ കൊടുക്കണം എന്നായിരുന്നു. ഖാലു, സഹാബത്ത് തിരിച്ചു ചോദിച്ചു, ഒമാ ഹക്കു തരീഖ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഴിൻ്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു. കാല, തങ്ങൾ പറഞ്ഞു, ഗള്ളുൽ ബസർ, ഹറാമിനെ തൊട്ട് ദൃഷ്ടി താത്തലാണ്. ഏതിനും താത്താരയിൽ പോകുണ്ടാവും, മണം നോക്കാൻ പറ്റൂല. സുന്ദര പയ്യന്മാർ പോകുണ്ടാവും, നോക്കാൻ പറ്റൂല. പിന്നെ കാല കഫുല്ലതാ, എടങ്ങേറ് തട്ടിക്കളയലാണ്. വഴിയിലെന്തെങ്കിലും കല്ലും മുള്ളുണ്ടെങ്കിൽ നീക്കി കളയൊക്കെ വേണ്ടി വരും. എന്തെങ്കിലും വിഷമങ്ങൾ കാണുകയാണെങ്കിൽ അരി വൈക്കുമ്പോൾ തന്നെ വീണ് കാണുന്നുണ്ടെങ്കിൽ പിടിച്ച് നീപ്പിച്ചു കൊടുത്തൊക്കെ വേണ്ടി വരും. അരി പോകാൻ അതൊക്കെ നീക്കേണ്ടി വരും. റദ്ദു സലാം, സലാം അടക്കേണ്ടി വരും. പോകുന്ന ആൾക്കാർ അസ്സലാമു അലൈക്കും എന്ന് പോണോല് പറയുന്നുണ്ടാവും, ഒക്കെ മടക്കേണ്ടി വരും. വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കേണ്ടി വരും. വന്നഹ്യു അനിൽ മുൻകർ, തെറ്റ് കണ്ടാൽ വിലക്കേണ്ടി വരും. അതിന് വയ്ക്കുമെങ്കിൽ വരിയെന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ റോട്ടോടെ പോകുമ്പോൾ പലതും തെറ്റുകൾ കാണും. അപ്പോൾ അത് വിലക്കാൻ വയ്ക്കുമെങ്കിൽ പോയി കുത്തിർന്നാൽ മതി, ഇല്ലെങ്കിൽ അവനാൾ വരി കുത്തിർന്നോളി എന്നർത്ഥം. തഫഖുൻ അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബീ ത്വൽഹത സയ്യിദ് ബിൻ സഹ്ലിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കുന്നാ ഖുഊദൻ, ഞങ്ങളൊക്കെ ഇരിക്കുന്നവരായിരുന്നു. ബിൽ അഫ്നിയത്തി, ഞങ്ങളുടെ കോലായി മുറ്റത്ത്, പൊരൻ്റെ ഫ്രണ്ടിലുള്ള മുറ്റങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നു. നതഹദ്ദതു ഫീഹ, ഞങ്ങളവിടെങ്ങനെ വർത്തമാനം പറയുന്നവരാ നിലയിൽ. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി വന്നുകാണ്ട് ഫഖാമ അലൈനാ, ഞങ്ങൾക്ക് ചാരത്ത് നിന്നു. ഫഖാല, തങ്ങൾ പറഞ്ഞു, മാലക്കും, നിങ്ങൾക്ക് എന്താ, വലി മജാലിസി സുഅദാത്തി, ഈ വഴിയോരങ്ങളിലുള്ള മജ്ലിസുകൾക്കും എന്താ. ഇജ്തനിബു മജാലിസ സുഅദാത്തി, ഈ വഴിയോരങ്ങളിലുള്ളതായ മജ്ലിസുകൾ നിങ്ങൾ ഒഴിവാക്കി കളി. ഫഖുൽന, അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇന്നമാ കാതിനാല് വൈരിമാ ബസ്, ഞങ്ങൾ പ്രശ്നമൊന്നുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. ഞങ്ങളവിടെ അങ്ങനെ എന്ത് വേണ്ടിയിട്ടല്ല, വേണ്ടാത്തതിന് വേണ്ടി ഇരിക്കണമൊന്നും അല്ല. ഞങ്ങൾ അങ്ങും ഇങ്ങും ഇങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ പറയുകയും വർത്തമാനം പറഞ്ഞും കൊണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് മാത്രം എന്നാണ്. കാല, തങ്ങൾ പറഞ്ഞു, ഇമ്മാല, ഇങ്ങനെ കൂടാതെ കഴിയൂലെങ്കിൽ ഫദ്ദു ഹഖഹ, ആ വഴിൻ്റെ ഹക്ക് വഴിക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണം. വഴിൻ്റെ ഹക്ക് വീട്ടണം. അത് വഴിയിലിരിക്കണമെങ്കിൽ വഴിൻ്റെ ഹക്ക് വീട്ടണം എന്നാണ്. ഇങ്ങോട്ട് തങ്ങളെന്ന് പറഞ്ഞിടത്ത് ഏതാ വഴിൻ്റെ ഹക്കുകൾ. വല്ലുൽ ബസർ, ഹറാമിനെ തൊട്ട് ദൃഷ്ടി താത്തുക, കണ്ട് ചിമ്മല്ല, ദൃഷ്ടി താത്തുക. റദ്ദു സലാം, വഴിയിലൂടെ പോകുന്ന ആൾ സലാം പറയുമ്പോൾ സലാം മടക്കുക. പിന്നെ വഹുസ്നുൽ കലാം, നല്ല സംസാരിക്കുകയും ചെയ്യുക. റവാഹു മുസ്ലിം. സുഅദാത്ത് എന്ന് പറഞ്ഞാൽ ലമ്മി സ്വാദി വൽ ഐനി, സുഅദാത്ത് എന്ന് വായിക്കണം. അതിനകത്ത് തുറുഖാത്ത്, വഴികൾ എന്നർത്ഥം. പിന്നെ വൻ ജരീരീൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോട് ചോദിച്ചു, അൻ നളരിൽ ഫജ്അതി, പെട്ടെന്നുള്ള നോട്ടത്തിനെ തൊട്ട്. ഒറ്റടിക്ക് ബസ് പെണ്ണിൽ കയറി, അതിൽ പെട്ടെന്ന് എന്ത് ചെയ്ത്, പെണ്ണ് നമ്മളെ കണ്ണു വന്നിച്ചേക്ക് ഒരു പെണ്ണിനെ കണ്ടുപോയി. അപ്പോൾ കാലാ, തങ്ങളെ ശ്രീഫേസറക്ക, ദൃഷ്ടി തിരിച്ചേക്കേണ്ടിയായിരുന്നു. റവാഹു മുസ്ലിം. പെട്ടെന്ന് കണ്ടു തുടങ്ങി, ഞങ്ങളോ കണ്ണു മുഖം തിരിക്കണം, കഴിഞ്ഞല്ലേ, എന്നെ ദൃഷ്ടി തിരിച്ചാൽ മതി. ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ അന്ന കാലത്ത് കുൻതു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ പറയാണ്, ഞാൻ മുത്തനബിയുടെ ഹദറത്തിലായിരുന്നു. വഇൻദഹു മൈമൂന, ആ സമയത്ത് മുത്തനബിൻ്റെ അടുത്ത് മൈമൂന ബീവിയുണ്ട്. ഇപ്പം ഞാൻ കണ്ടാളായില്ലേ. ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, അപ്പോഴാണ് കണ്ണ് കാണാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വരുന്നത്. കണ്ണ് കാഴ്ചയില്ലാത്ത ആളാണ് ആര്, ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. മൂപ്പരിങ്ങനെ കയറി വന്നു. പിന്നെ വദാലിക ബഅദ നുമിർനാ ബിൽ ഹിജാബി, അന്യപുരുഷന്മാരെ തൊട്ട് ഹിജാബ് ധരിക്കുവാനുള്ള കൽപ്പന വന്നതിൻ്റെ ശേഷമാണ് ഈ സംഭവം. ഇസ്ലാമിൻ്റെ അവലല്ല, അന്യാണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല,
കാണരുത് എന്നുള്ളത് അതായിരിക്കുന്ന വിലക്ക് വന്നുകാണ്ട് ഏത് വന്നിട്ടുണ്ട്, അന്യ ആണുങ്ങളെ കാണുന്നിടത്തുനിന്ന് പെണ്ണുങ്ങൾ മുഖം മറക്കണം എന്നുള്ളതായ വിധി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം, ഈ വിഷയം സംഭവം. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജിബാ മിൻഹു, അദ്ദേഹത്തെ നിങ്ങളുടെ വീട് മറഞ്ഞോളി, വീരിൻ്റെ അപ്പുറത്ത് രണ്ടാൾ വീരിൻ്റെ അപ്പുറത്ത് പോയിക്കോളിയായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു പുറത്താ കുത്തിരിക്കണത്, സിറ്റ് ഔട്ട് കാരണം മാതിരി സെറ്റാ കുത്തിരിക്കണത്. അപ്പം നിങ്ങൾ രണ്ടാൾ ഒത്തുകൊണ്ട് പോയി കാണിയായിരുന്നു. ആരാ വരുന്നത്? കണ്ണ് കാണാത്ത മനുഷ്യൻ. അപ്പം കൊല്ല ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാന്റെ റസൂല്, അലൈസ ഹുവ അഅമ, അയാൾ കണ്ണ് കാണൂലല്ലോ, ഞങ്ങളെ കാണൂലല്ലോ, ഞങ്ങളെന്താ ഉള്ളിലേക്ക് പോണ്? ആ എന്നെ ലാ യുബ്സിറുന വലാ യഅരിഫുന, ഓര് ഞങ്ങളെ മൂപ്പർക്ക് നമ്മളെ കാണാനും കഴിയൂല, നമ്മളോട് അറിയൂല, പിന്നെന്തിനാ ഞങ്ങൾ ഉള്ളിലേക്ക് പോകണമെന്ന് ചോദിച്ചു. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ അംയാവാനി അൻതുമ, നിങ്ങൾ രണ്ടാളും കണ്ണൊട്ടത്തിയാളാണോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും കാണാൻ പറ്റൂല. അലസ്തുമാ തുബ്സിറാനിഹി, രണ്ടുപേരും അയാളെ കാണൂലേ? റവാഹു അബൂ ദാവൂദ് വതിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്. وعن أبي سعيد رضي الله عنه أن رسول الله صلى الله عليه وسلم قال رسول الله لا ينظر الرجل إلى عورة الرجل, പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. വലൽ മർഅത്തി ഇലാ ഔറത്തിൽ മർഅത്തി, പെണ്ണിന്റെ ഔറത്തേക്ക് നോക്കാൻ പാടില്ല. വലാ യുഫ്ളിർ റജുലു ഇലാ റജുലി ഫീ തൗബിൻ വാഹിദിൻ, ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ കൊള്ള അണഞ്ഞുകൂടരുത് ഒറ്റ വസ്ത്രത്തില്. വലാ തുഫ്തിൽ മർഅത്തി ഇലൽ മർഅത്തി ഫീ തൗബി വാഹിദ്, ഒറ്റ വസ്ത്രത്തിൽ പെണ്ണിലേക്ക് അണഞ്ഞുകൂടരുത്. റവാഹു മുസ്ലിം. ബാബു തഹരീമിൽ ഹൽവത്തി ബിൽ അജ്നബിയത്തി, അന്യ പെണ്ണുമായിട്ട് ഹാലിയാകൽ, ഒറ്റക്കാകൽ, തനിച്ചാകൽ ഹറാമാണെന്ന് പറയണ ബാബ്. ഒരു റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒളിഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. ആണും പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല. പിന്നെ ഖാലല്ലാഹു തആല ഫൈദാ സഅൽതുമൂഹുന്ന, ആ സ്ത്രീകളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, മത്താൻ വല്ല ചരക്കും ആവശ്യവും ചോദിക്കുകയാണെങ്കിൽ, വസ്തലൂഹുന്ന, അവരോട് നിങ്ങളത് ചോദിക്കണം, മിൻ വറാഇ ഹിജാബ്, മറക്കിൻ്റെ ഇപ്പുറത്ത് നിന്ന് ചോദിക്കണോ. പിന്നെ وعن عقبة بن عامر رضي الله عنه أن رسول الله صلى الله عليه وسلم قال إياكم الدخول على النساء, സ്ത്രീഭാഗത്തിൻ്റെ മേൽ കയറിച്ചെല്ലാൻ നിങ്ങൾ സൂക്ഷിക്കണം. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട ഒരാൾ ചോദിച്ചു, അഫറഅയ്തൽ ഹംവാ, ഭർത്താവിൻ്റെ സഹോദരന്മാരെയും അടുത്ത കുടുംബക്കാരെ പറ്റി തങ്ങളൊന്ന് പറഞ്ഞാട്ടെ. തങ്ങൾ ഹംവൽ മൗത്ത്, ഹംവോ മരണമാണ്, അത് ജീവൻ ആളെ കൊല്ലുന്നതിനോട് സമാനമാണ്. മുത്തഫഖുൻ അലൈഹി, ഗൗരവാണ് എന്നർത്ഥം. അൽ ഹംവു എന്ന് പറഞ്ഞാൽ ഖരീബു സൗജി, ഭർത്താവിൻ്റെ അടുത്ത കുടുംബക്കാരാണ്. കഹീഹി വബിനി അഹീഹി വബിനി അമ്മിഹി, ഭർത്താവിൻ്റെ സഹോദരന്, ഭർത്താവിൻ്റെ സഹോദരൻ്റെ മക്കള്, ഭർത്താവിൻ്റെ അമ്മിൻ്റെ മക്കളൊക്കെ പോലുള്ള ആളുകൾക്കാണ് ഹംവു എന്ന് പറയാ. അബ് അഹ് ഹമ് ഹന് കൊണ്ട് പഠിച്ചില്ലേ, അതാണ് ഹമ്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഖ്ലുവന്ന അഹദുക്കും ബിംറാത്തിൻ, നിങ്ങൾ ഒരാൾ തന്നെ ഒരു പെണ്ണുമായിട്ട് തനിച്ചാകരുത്, ഖാലിയാകരുത്. ഇല്ലാ മഅദി മഹ്റമിൻ, മഹ്റമൂടെവരോട് കൂടെയല്ലാതെ, കെട്ടുബന്ധം ഹറാമായ ഒരാളൊപ്പുണ്ടെങ്കിൽ കൊണ്ടല്ല. ഒന്നുകിൽ ഓള ഏട്ടത്തി അഞ്ചത്തി ഓളൊപ്പമാണ്, ആങ്ങളാരൊപ്പം വേണം, അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ ഒപ്പം വേണം. അല്ലാതെ എന്ത് ചെയ്യരുതിലാണ് പെണ്ണു ഒറ്റയ്ക്ക് ഒരു തൊഴിലാകരുത്. മുത്തഫഖുൻ അലൈഹി. പിന്നെ وعن بريدة رضي الله عنه أنه قال رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി പറയാണ്, ഹുർമത്തു നിസാഇൽ മുജാഹിദീൻ, യുദ്ധത്തിന് പുറപ്പെട്ടതായ മനുഷ്യന്മാരുടെ ഭാര്യമാരെയുള്ള ആദരവ്, കാനൽ ഖായിദീന, യുദ്ധത്തിന് പോകാത്തവരെ സംബന്ധിച്ചിടത്തോളം, കഹുർമത്തി ഉമ്മഹാത്തിഹിം, അവൻ്റെ ഉമ്മമാരോടുള്ള ബഹുമാനം പോലെ കാണണം. മാമിൻ റജുലിൻ മിനൽ ഖായിദീന, ഖായിദീങ്ങൾ അതോ യുദ്ധത്തിന് പോകാത്തവരിൽപ്പെട്ട ഒരാളും തന്നെ ഇല്ല, യഖ്ലുഫു റജുലൻ മിനൽ മുജാഹിദീൻ, യുദ്ധത്തിന് പോയവരിൽപ്പെട്ടവർ റജുലിനിക്ക് അവൻ പകരക്കാരനാവും, പ്രതിനിധിയാകും, ഫി അഹ്ലി, തൻ്റെ കുടുംബത്തിൽ ഓൻ്റെ പരിക്ക് പഞ്ചസാര വാങ്ങി കൊടുക്കാനും അരി വാങ്ങി കൊടുക്കാനുള്ള ആളായി മാറും. ഫയഖൂനുഹു ഫീഹിം, അവരിൽ ഇവൻ ആ പോയവനെ ഇവൻ ചതിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളും തന്നെ ഇല്ല. വഖഫലഹു യൗമൽ ഖിയാമ, അയാൾക്ക് വേണ്ടി ഇവൻ അന്ത്യനാളിൽ നിന്നിട്ടല്ലാതെ, ഫയഖുദു മിൻ
ഹസനാതിഹി, ഇവന് സൽക്കർമ്മങ്ങളിൽ മറ്റും പിടിച്ചിട്ടല്ലാതെ, മാഷാ ഉദ്ദേശത്തിൽ പിടിച്ചിട്ടല്ലാതെ, ഹത്താ യർലാ ആ വഞ്ചിക്കപ്പെട്ടവന് തൃപ്തിയാകുന്നത് വരെ. സുമ്മൽ തഫത ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രതി പറഞ്ഞാൽ റസൂൽ ഞങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ടു ചോദിച്ചപ്പോൾ കാരാ തങ്ങൾ ചോദിച്ചു, മാ തന്നക്കും, എന്താ നിങ്ങളെ വിചാരം? റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹരീമി തശബ്ബുഹി റിജാലി ബിന്നിസാ, പുരുഷന്മാർ സ്ത്രീകളോട് സാദൃശ്യമാകലും ഹറാമാണെന്നും പറയണ ബാബ്. വന്നിസാഇ ബിർരിജാൽ, സ്ത്രീകൾ പുരുഷന്മാരോട് തുല്യമാകലും ഹറാമാണ്. ഫി ലിബാസിൻ, വസ്ത്രത്തിലും, ഹർക്കത്തിൻ, ശരീരത്തിൻ്റെ ചലനത്തിലും, വകൈദാലിക്ക, അല്ലത്തതിലും. സ്ത്രീകളുടെ നടത്തത്തിൻ്റെ ശീലുണ്ട്, ഈ രീതിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ നടത്തുന്ന ആണുങ്ങൾ നടക്കുക, അല്ലെങ്കിൽ ആണുങ്ങൾ ചാടുന്ന മാതിരി കുന്തിരിയാടി പെണ്ണുങ്ങൾ നടക്കുക, അതും വസ്ത്രത്തിലൊക്കെ ആണുങ്ങൾ പെണ്ണും തുല്യം പാടില്ല, പെണ്ണിനോട് തുല്യമാകാൻ പാടില്ല. പിന്നെ അനിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ലഅന റസൂലുള്ളാഹി, വൻദോഷം മനസ്സിലാക്കണം, ചെറിയ ദോഷമല്ല, വൻദോഷമാണ്. ലഅന എന്നാ പറഞ്ഞത്, ശപിച്ചിരിക്കുന്നു അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ മുഹന്നിഥീൻ, മുഹന്നിഥീങ്ങൾ അഥവാ പെൺകോലം കെട്ടിയ ആളുകൾ, മിനർ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന്, വൽ മുതറജ്ജിലാത്ത്, ആൺകോലം കെട്ടിയ പെണ്ണുങ്ങളെയും, മിനൻ നിസാ, സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് ആൺകോലം കെട്ടിയ പെണ്ണുങ്ങളെയും, മുത്തറജിലാത്തായ പെണ്ണുങ്ങളെയും മുഹന്നിഥീങ്ങളായ ആണുങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഗൗരവമാണത് കേട്ടോ. വഫീലിവാത്ത് റിപ്പോർട്ടിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതശബ്ബിഹീന ബിനർ റിജാലി ബിന്നിസാ എന്നും വൽ മുതശബ്ബിഹാത്ത് മിനൻ നിസാഇ ബിർരിജാൽ, ഇങ്ങനെ മുതശബ്ബിഹീന എന്ന് പ്രയോഗിച്ചിട്ടാണ് ഇവിടെ മറ്റു റിപ്പോർട്ടിലുള്ളത്. മായക്കൊന്നാണ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല, ഒരു പുരുഷൻ അല്ലാഹു റസൂൽ ശപിച്ചു, യൽബസു ലിബ്സത്തൽ മർആ, സ്ത്രീകൾ ധരിക്കുന്ന പോലെ ധരിക്കും, വൽ മർഅത, പെണ്ണിനെയും, തൽബസു ലിബ്സത്തർ റജുൽ, പുരുഷൻ ധരിക്കുന്ന പോലെ ധരിക്കും. ജീൻസ് ഇട്ടാണ്ട് പെൺകുട്ടി നടക്കണേ, അതിനൊക്കെ ഗുണം നമ്മൾ അനുഭവിച്ചറിയാം. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സ്വഹീഹ്. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിൻഫാനി മിൻ അഹ്ലിൻ നാർ, നരകത്തിൽ പോകാനുള്ള രണ്ട് വിഭാഗം ആളുകളുണ്ട്. ലമ്മറഹുമാ, ഞാൻ ആ ടീമിനെ ഇന്നവരെ കണ്ടിട്ടില്ല എന്ന് അർത്ഥം വെക്കാം, ഞാൻ എൻ്റെ കണ്ണോട് കാണാതെ കെട്ടെ അങ്ങനെയും അർത്ഥം വെക്കാം. ഇന്നേവരെ എന്നെ കണ്ടിട്ടില്ല എന്ന് അർത്ഥം വെക്കാം, അതിൻ്റെ കണ്ണോട് കാണാതെ കെട്ടൈറ്റങ്ങളേത് അങ്ങനെ അർത്ഥം വെക്കാം. ഏതാണ് രണ്ട് കൗമെന്നറിയോ? കൗമുൻ, ഒന്നാമത്തെ ഒരു കൗമാണ്, മാഹും, ഓരോട് കൂടെ ഉണ്ട്, സിയാത്തുൻ, ചാട്ടവാറുകളുണ്ട്, കാദിനാബിൽ ബക്കരി, മാടിൻ്റെതായിരിക്കുന്ന വാലുകളെ പോലത്തെ, എതിരിപൂന ബിയന്നാസ്, അതുകൊണ്ട് ജനങ്ങളങ്ങനെ പൂസും. വനിസാവും, രണ്ടാമത്തെ ഒരു സ്ത്രീ വിഭാഗമാണ്, കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണോ ആണ്, നാരിയാത്തുൻ, എന്നാലോ നഗ്നകളുമാണ്, മുമീലാത്തുൻ, ആണുങ്ങളെ ഇങ്ങോട്ട് ചായ്പിക്കുന്നവരും, മായിലാത്തുൻ, ഇവർ ആണുങ്ങളേക്ക് ചാഞ്ഞവരുമാണ്. അല്ലേ, ആണുങ്ങൾ അങ്ങോട്ട് വശീകരിക്കും ചെയ്യും, ഇവർ ആണുങ്ങളേക്ക് അങ്ങോട്ട് ചാച്ചിലോർക്ക് ഉണ്ടേനും. അങ്ങനത്തെ പെണ്ണുങ്ങളാണ്. ഡ്രസ്സ് ഇട്ടിനോ വെച്ചാൽ ഇട്ടിന്, എന്നാ കാണണോ വെച്ചാൽ കാണണമുണ്ട്. പിന്നെ റൂസുഹുന്ന, അവരുടെ തലകൾ, കാസിനിമത്തിൽ ബുഖ്തിൽ, അത് ഗോവൃകൈതെഴുതായിരിക്കുന്ന പൂഞ്ഞ പോലെയാണ്, മായില, ചാഞ്ഞിങ്ങനെ കളിക്കുന്ന പൂഞ്ഞ പോലെയാണ് ഓല തല. ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, വല യജിദന റീഹഹാ, സ്വർഗത്തിൻ്റെ പരിമളം അവരെത്തിക്കുക പോലും ചെയ്യൂല. ഫൈന്ന റീഹഹാ, സ്വർഗത്തിൻ്റെ പരിമളം ലയൂജദു, എത്തിക്കപ്പെടും, മിൻ മസീറത്തി കദാ ബകദാ, ഇത്ര ദൂരത്തേക്ക് എത്തിക്കപ്പെടുന്നതാണ്. റവാഹു മുസ്ലിം. എൻ്റെ മാനതാ നോക്കുക. ഒമാന കാസിയാത്തുൻ ഐ മിൻ നിഅമത്തില്ലാഹ്, അള്ളാഹിൻ്റെ നിഅമത്തിനെ തൊട്ട് അവർ വസ്ത്രം ധരിച്ചവരാണ്, നിയമത്തിനാൽ വസ്ത്രം ധരിച്ചവരും. ആരിയാത്തും മിൻ ശുക്രിഹ, നന്ദിനെ തൊട്ട് ഒഴിഞ്ഞവരുമാണ്. അങ്ങനെയാണ് ഒന്നുകല്ലേ തഫ്സീർ. വക്കീല വരപ്പെട്ടിട്ട് അതിൻ്റെ മാന തസ്തുർ ബാല വദനിഹ, മേനി കുറച്ചൊക്കെ മറച്ചും ചെയ്തിന്, എന്നോ തക്ഷിഫു ബാലഹു, എന്നാൽ കുറച്ച് ഭാഗം പുറത്തേക്ക് കാട്ടിക്കൊടുക്കണമുണ്ട്. ഇത് ഹാർലി ജമാലിഹ വനാവിഹി, ഓളെ മൊഞ്ചും മറ്റും പുറത്ത് കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഇങ്ങാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാട്ടിക്കൊടുക്കണമുണ്ട്. അട്ടില്ലേ ചോദിച്ചാൽ അട്ടനും ചെയ്തിക്കണ്, അങ്ങനത്തെ ഓളാണ്. വക്കീല മൂന്നാമതൊരു വീക്ഷണമുണ്ട്, തെൽബസ് സൗബൻ റക്കീക്ക്, നല്ല സോഫ്റ്റ് നേർമ ഡ്രസ്സ് ധരിക്കും. തെഹസിഫു, അതിങ്ങനെ കാണിക്കും, ലൗന ബദനിയ, മേനിൻ്റെ നിറമൊക്കെ കാണിക്കും.
ആ പിന്നെ ഇപ്പൊ മാന മായിലാത്തുൻ മായിലാത്ത പെണ്ണുങ്ങളാണ് അതിന്റെ മാന കീലാൻ താഴത്തില്ല അള്ളാനെ താഴത്തിനെയും വിട്ട് മറ്റൊന്നിലേക്ക് ചായും ഒമാ എൽസബുഹുന്ന ഹിഫുലുഹു ഓൽക്ക് ഏതെന്നെല്ലാം സംരക്ഷിക്കൽ നിർബന്ധമുണ്ടോ അതിനെയും വിട്ട് മറ്റൊന്നിലേക്ക് ചായുന്ന അങ്ങനെയാണ് മുമിലാത്തിന്റെ മാന യുഅല്ലിംന വൈറഹുന്ന ഫീലഹുന്നൽ മദ്മൂമ ഓല് കാട്ടിക്കൂട്ടുന്ന ചീഞ്ഞ പരിപാടി മറ്റുള്ളവർക്ക് ഓല് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ മാന വക്കീല പറയപ്പെട്ടിട്ടുണ്ട് മായിലാത്തും എന്നാൽ യംഷീന മുതബഖ്തിറാത്തിൻ ഓല് അഹങ്കാരികളായിട്ട് ഇങ്ങനെ നടക്കും ഞാനൊക്കെ ഇന്നെന്താ പിന്നെ കാണാൻ എന്ത് മൊഞ്ചുണ്ട് ഓക്കെന്നെ ഇങ്ങനെ തോന്നി ഇങ്ങോട്ട് ഇങ്ങനെ നടക്കും മുമിലാത്തിൻ അക്താഫിഹിന്ന അവിടെ ഈ ചുമലുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായച്ച് ഇങ്ങനെ നടക്കും വക്കീൽ അവരെ പറയാണ്ട് മായിലാത്തുൻ ഒരു ചായും എന്ന് പറഞ്ഞാല് അതിന്റെ മാന ഈ മിസ്തൽ മൈലാ ഓലെ മുടി ഓല് ചെയ്യും മറ്റുള്ളവരിലേക്ക് ചായുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന അങ്ങനെ വാർന്നു വെക്കും വഹിയ ഈ മൈല മിസ്തത്ത് പറഞ്ഞാൽ മിസ്തത്തുൽ ബഹായ വ്യഭിചാരിച്ച് പെണ്ണുങ്ങളുടെ ഒരു മുടി ചീകി വെക്കുന്ന പരിപാടി ഉണ്ട് അതിനടക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഓലെ ഫർജോണ്ട് ഈ ഉപജീവനം നടത്തുന്ന പെണ്ണുങ്ങളുണ്ട് അങ്ങനത്തെ പെണ്ണുങ്ങളുടെ അതായിരിക്കുന്ന ഒരു പെണ്ണുങ്ങളുടെ ഒരു മുടി ചീകി വെക്കല് ഇപ്പോൾ മൊമീലാത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുമഷ്യത്തിന വൈറഹുന്ന മറ്റ് പെണ്ണുങ്ങൾക്ക് ഓല് മുടി ചീകി കൊടുക്കും തിരിക്കൽ മിഷ്ടത്ത അതേ ചീകി കൊടുക്കല് എന്നാ മൊമീലാത്ത് പറഞ്ഞാല് റുഊസുഹുന്നക അസ്ലിമത്തിൽ ബുഖ്തി ഗോവർ കൈതുകളുടെ പൂഞ്ഞകളെ പോലെയാണ് ഓരോ തല എന്ന് പറഞ്ഞ അതിന്റെ മാനായി യുകബ്ബിർനഹ മുടി ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ കെട്ടിവെക്കും കേട്ടോ അതിനെങ്ങനെ വണ്ണമാക്കും ബിലഫ്ഫി ഇമാമത്തിൻ തലയിൽ വല്ല കെട്ടണ്ടൊക്കെ കെട്ടിയൊക്കെ വെച്ചിങ്ങാണ്ടും ഇസാബത്തിൻ വല്ല ഒരു കയറൊക്കെ മറ്റൊക്കെ ഇട്ട് കെട്ടിങ്ങാണ്ടും അവർ തലപ്പാവ് പോലത്തെ കെട്ടിക്കെച്ചാണ് ഇങ്ങനെ വലുതാക്കും അവനാവിഹി പോലത്തോണ്ടൊക്കെ വലുതാക്കി ഇങ്ങാണ്ട് കാട്ടിക്കൊടുക്കും എന്നൊക്കെ അതിന്റെ മാനാന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാബുൻ നഹി അനി തശബ്ബുഹി ബിശ്ശൈത്താനി വൽ കുഫാർ ഇബ്ലീസിനോടും അതുപോലെ തന്നെ അവിശ്വാസികളോടും കോലം കെട്ടലിനെ തൊട്ട് നെഹി ചെയ്യുന്ന ബാബ് അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഅകുലു ബിശ്ശിമാലി ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കരുത് ഫഇന്ന ശൈത്താന യഅകുലു വയശ്റബു ബിശ്ശിമാലിഹി നിശ്ചയം പിശാച് ഇടത് കൈ കൊണ്ടാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യാറുള്ളത് റവാഹു മുസ്ലിം. വനിബിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂൽ പറയാണ് ലാ യകുലന്ന അഹദുക്കും നിശ്ചയം നിങ്ങൾ ഒരാൾ കഴിക്കുകയേ ചെയ്യരുതേ ബിശ്ശിമാലി ഇതിൻ്റെ അടുത്ത് കൈ കൊണ്ട് വലാശ്രബന്ന ബിഹ അടുത്ത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യരുതേ തിന്നും ചെയ്യരുത് ഫൈന ഷൈത്താന യകുലു ബിശ്ശിമാലിഹി പിശാച് നിശ്ചയം കഴിക്കാറുള്ളത് ഇടത് കൈ കൊണ്ടാണ് വയശ്റബു ബിഹ ഇടത് കൈ കൊണ്ടാണ് കുടിക്കുകയും ചെയ്യാറുള്ളത് റവാഹു മുസ്ലിം. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി പറഞ്ഞു ഇന്നൽ യഹൂദ വൻ നസാറ നിശ്ചയമായിട്ടും ജൂതന്മാർ ക്രിസ്ത്യാനികൾ യസ്ബിഗൂൻ അവര് സബ്ഗ് ചെയ്യൂല ഫഖാലിഫൂഹും നിങ്ങൾ അവർക്കെതിരെ ചെയ്തുകൊണ്ട് സബ്ഗ് ചെയ്യണം. എന്താ സബ്ഗ് ചെയ്യുക എന്നുള്ള ഇൻഷാ അല്ലാഹ് വാക്കിൽ പറയണതാണ് മുത്തഫഖുൻ അലൈഹി. അൽ മുറാദു ഇവിടെ സബ്ഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖിലാബു ഷാരി ലിഹിയത്തി വറസിൽ അബിയദി നിരച്ചതായിരിക്കുന്ന തലമുടിയും താടിമുടിയും കളർ കൊടുക്കുക എന്നുള്ളതാണ് ബി സുഫ്രത്തിൻ ഹുംറത്തിൻ മഞ്ഞ കൊണ്ടോ ചുവപ്പ് കൊണ്ടോ അത് നിങ്ങൾ ചെയ്യണം. അത് സാധാരണ മറ്റോല് ചെയ്യൂല, നിങ്ങളത് ചെയ്യണം. അമ്മ സവാദുപ മനഹിയുന്നൻഹു കറുപ്പ് അത് വിലക്കപ്പെട്ടതാട്ടോ. കമാസനത് കൃഹിൽ വാവിവാദ ശേഷമുള്ള വാബിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അത് പിന്നെ വേറെ അർത്ഥാനാണ് കറുപ്പ് കൊണ്ട് വീഴുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് ചുവപ്പ് കൊണ്ടും മഞ്ഞ കൊണ്ടോ രണ്ടാലേ കളർ കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കളർ കൊടുക്കണം. ജൂതന്മാരി പിന്നെ പോലെ തന്നെ ആരും പോലെ ആകരുത്, നസറാൻ്റെയും പോലെ ആകരുത്. ബാബു നഹിയർ റജുലി വൽ മർഅത്തി ആണിനും പെണ്ണിനും വിലക്കുന്ന ബാബ് ഖിലാബി ഷാരിഹിമാ ബിസവാദിൻ അവർ മേത്തുള്ള മുടിയെ അത് തലയിലായാലും താടിയിലായാലും ഒക്കെ കളർ കൊടുക്കലിനെ തൊട്ട് ബിസവാദിൻ കറുപ്പോട് കളർ കൊടുക്കലിനെ തൊട്ട് ചെയ്യുന്ന ബാബ്. ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഉത്തിയ ബി അബി ഖുഹാഫ അബൂ ഖുഹാഫ എന്നവരെ കൊണ്ടുവരപ്പെട്ടു വാരിദി അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദീഖുള്ളാഹിന്റെ ഉപ്പയായ യൗമ ഫത്ഹി മക്ക ഫത്ഹായ അന്ന് റസൂഹു അന്ന് മുപ്പര തല വലിഹിയത്തുഹു താടിയൊക്കെ സഹാമ അത് വെള്ളിയിലെ പോലെയാണ് ബയാദൻ വെളുപ്പിനാല്. സഹാമ എന്ന് പറഞ്ഞാൽ പൂവും കൈയൊക്കെ വെളുത്തുകൊണ്ട് ഇലയൊക്കെ വെളുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു തരം ചെടിയാണ്. അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു ഗയ്യിറൂ ഹാദാ
ഇതൊന്നും മാറ്റം വരുത്തിങ്ങളെ. ഇങ്ങനെ വെളുത്തുകൊണ്ടിരിക്കല്ലേ, എന്തോ ഒരു വെളുപ്പ്. വജുത്തരിപ്പ് സവാദ, പക്ഷെ കറുപ്പ് ഒഴിവാക്കി കണ്ടിട്ടാണ്, കറുപ്പിച്ചരുത്, മഞ്ഞ ചുവപ്പൊക്കെ ആക്കിക്കണ്ടി. റവാഹു മുസ്ലിം. ബാബു നഹിയാനിൽ ഖസ്ഇ,